പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 25 hours ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഫോർ കരിയർ കൗൺസിലേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഒരു കരിയർ കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ഗുണങ്ങൾ അല്ലെങ്കിൽ സ്കില്ലുകൾ എന്തൊക്കെയാണെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തു കഴിഞ്ഞു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നല്ല പേഷ്യൻസ് ഉള്ള ആളായിരിക്കണം, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കണം, പാഷനുള്ള ആളായിരിക്കണം, കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായിരിക്കണം, വിദ്യാർത്ഥികളുടെ മനസ്സറിയാൻ കഴിവുള്ള ആളായിരിക്കണം, ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ, ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയാൻ ബാക്കി വെച്ചു പോയ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്, അതായത് എസെൻഷ്യൽ സ്കിൽസ് ഫോർ കരിയർ കൗൺസിലേഴ്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമ്മളൊരു വിരാമം ഇടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കണം. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ഒരു ലൈവ് സെഷനിലാണ് നമ്മളിതുപോലെ അറ്റൻഡ് ചെയ്യാറുള്ളത്, അല്ലേ? എല്ലാ വെള്ളിയാഴ്ചകളിലും 7:30 ഒരു ലൈവ് സെഷനായിട്ടാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ചില തിരക്കുകൾ ഉള്ളത് കൊണ്ട് 7:30 to 8:30 ഈ സമയം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വേറൊരു കാര്യമുള്ളത് കൊണ്ട് ഞാനിത് മുൻകൂട്ടി എൻ്റെ ഈ ഒരു ക്ലാസ്, ഈ സെഷൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയക്കുകയാണ്. നിങ്ങളുടെ ഒഴിവ് പോലെ ഇതൊന്ന് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നമ്മൾ പിന്നൊരു സമയത്തേക്ക് മാറ്റി വെക്കാതെ നിങ്ങൾ ഇന്ന് 7:30 നമ്മൾ സാധാരണ നമ്മൾ ഒത്തുകൂടാറുള്ള 7:30 എന്ന സമയത്തിന് തന്നെ നിങ്ങൾ ഈ സെഷൻ കേൾക്കുന്നത് നമ്മുടെ ആ ഒരു ഫ്ലോ, ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് നമുക്കിന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. നിങ്ങളത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് വെള്ളിയാഴ്ച, നമുക്ക് ഇതിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും കൂടി ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാം, വരുന്ന വെള്ളിയാഴ്ച. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ടോപ്പിക്ക് നമുക്കിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകളിൽ ഒന്ന് പറയാനുള്ളത് റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഒരു കരിയർ കൗൺസിലർ എപ്പോഴും വളരെയധികം റെസ്പോൺസിബിൾ ആയിരിക്കണം. കാരണം അദ്ദേഹം ചെയ്യുന്നത് വളരെ ഉത്തരവാദപ്പെട്ടൊരു ജോലിയാണ്. ഉത്തരവാദിത്തം എന്ന വാക്ക് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് അയാൾ ചെയ്തിരിക്കും, നമുക്ക് അയാളെ വിശ്വസിച്ച് ആ പണി ഏൽപ്പിക്കാം, അയാളത് വളരെയധികം ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തരുമെന്നുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് എന്ത് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു കോൺഫിഡൻസ് നമ്മൾ കൊടുക്കുക മറ്റുള്ളവർക്ക്. നമ്മളെ ഒരാളൊരു ജോലി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയായി നമ്മൾ ചെയ്തു തീർക്കുമെന്നും അതുകൊണ്ട് അയാൾക്ക് തീർച്ചയായും ഗുണം ലഭിക്കുമെന്നും നമ്മൾ അയാൾക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, അയാൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തൻ്റെ ടീമിനെ വിജയത്തിലെത്തിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു അധ്യാപകന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, തൻ്റെ വിദ്യാർത്ഥികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പാരൻസിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വിദ്യാർത്ഥി സമൂഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, രാഷ്ട്രീയക്കാർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അയാൾ ഭംഗിയായി ചെയ്തിരിക്കും എന്നുള്ളൊരു വിശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കുക, അത് അതേപടി പാലിക്കുകയും ചെയ്യുക. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു കരിയർ കൗൺസിലറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മുന്നിൽ എത്തിച്ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവന് ഏറ്റവും യോജിക്കുന്ന ഒരു കോഴ്സ് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇയാളുടെ മുമ്പിലേക്ക് വരുന്നത് വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെയും എൻ്റെയൊക്കെ അടുത്തേക്ക് ഒരു വിദ്യാർത്ഥി വരുന്നുണ്ടെങ്കിൽ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വരുന്നത്. ഈ സാറിന് അല്ലെങ്കിൽ ഈ മാഡത്തിന് എന്നെ തീർച്ചയായും സഹായിക്കാൻ കഴിയും, എനിക്ക് നല്ലൊരു വഴി കാണിച്ചു തരാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്ന് ഒരു വിദ്യാർത്ഥി വിശ്വസിക്കുന്നു. അതേപോലെ എൻ്റെ മകനെ നേർവഴിക്ക് നയിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കും, അതുകൊണ്ട് ഞാൻ ഇവനെ പൂർണ്ണമായിട്ടും ഈ സാറിൻ്റെ പക്ഷം ഏൽപ്പിക്കുകയാണ് എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മളത്തേക്ക് വരാറുള്ളത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ മകനെ ഞാൻ നോക്കിക്കോളാം, അവർക്ക് ഞാൻ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ ഭാവിക്ക് ഏറ്റവും സുഭദ്രമായ രീതിയിൽ ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞൊരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പാലിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുന്ന ഒരു കോഴ്സിലേക്ക് അവരെ തള്ളിവിടുക,
അവരുടെ അഭിരുചിക്കോ താല്പര്യങ്ങൾക്കോ യാതൊരു താല്പര്യവും കൊടുക്കാതെ അല്ലെങ്കിൽ യാതൊരു പരിഗണനയും കൊടുക്കാതെ നമുക്ക് മാത്രം വരുമാനമുള്ള നമുക്ക് മാത്രം മെച്ചമുള്ള കോഴ്സുകളെ നമ്മൾ നിർദ്ദേശിക്കുക, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിയ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ട് ഞാൻ വിശേഷിപ്പിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോടു കൂടി ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ വലിയ ജ്വല്ലറികളുടെയും വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെയൊക്കെ പരസ്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ടാവും, ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തരുന്നു അല്ലേ, നിങ്ങളുടെ 916 ആഭരണങ്ങൾ വളരെയധികം പക്വതയോടെയും ഉത്തരവാദിത്തത്തോടും കൂടി ഞങ്ങൾ ചെയ്തു തരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ ഏത് ജോലികളും പ്രത്യേകിച്ച് സർവീസ് ഇൻഡസ്ട്രിയിൽ അവരുടെ പരസ്യങ്ങളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു തരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു വാക്കിന് വളരെയധികം വാല്യൂ ഉണ്ട്. അത് കാണുന്ന ആൾക്കാർക്ക് തോന്നും, ഓക്കെ ഇവർ വളരെയധികം സിൻസിയറായി ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഈ ഒരു ജോലി ചെയ്തു തരിക എന്നുള്ളൊരു ഫീലിംഗ് അത് കാണുന്നവരുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കരിയർ കൗൺസിലർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണങ്ങളിൽ പെട്ടൊരു സംഭവമാണ്. എന്താണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്? ഉത്തരവാദിത്തം. ഈ റെസ്പോൺസിബിലിറ്റി 2 ടൈപ്പ് ഉണ്ട്, ഓത്തോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഓത്തോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്ന് പറയാറുണ്ട്. അതായത് ആ ജോലി ആര് ചെയ്യുന്നു എന്നുള്ളത്, ഓക്കെ, അത് ആരെക്കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഉത്തരവാദിത്തം. ഫോർ എക്സാമ്പിൾ, ഒരു ഓഫീസിലൊരു മാനേജർ പറയുകയാണ്, ഇപ്പോൾ ഞാനൊരു ഓഫീസിലെ സ്റ്റാഫാണ്, എൻ്റെ മാനേജർ എന്നെ വിളിച്ച് പറയുകയാണ്, നജീം ഇന്ന വർക്ക് നീ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അത് നീ ആരെ കൊണ്ട് ചെയ്യിച്ചാലും വേണ്ടില്ല, എനിക്ക് ഇന്ന സമയമാകുമ്പോഴത്തേക്കും അത് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഡെലിഗേഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയതുകൊണ്ട് എൻ്റെ മാനേജർ എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ ആ ജോലി എനിക്ക് താഴെ ജോലി ചെയ്യുന്ന ആരെ വേണമെങ്കിലും ആ പ്രവൃത്തി എനിക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഓക്കെ, ഈ സമയത്തിനുള്ളിൽ ഇന്ന ജോലി നീ ചെയ്തു തീർക്കണം, ഇത് നിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് എനിക്ക് അവനെ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷേ അവിടെ എന്താ ഞാൻ കൈമാറുന്നത്? ഞാൻ ഓത്തോറിറ്റി മാത്രമേ കൈമാറുന്നുള്ളൂ. ഓക്കെ, ആ ജോലി ചെയ്യാനുള്ള ആ ജോലി ഞാൻ ഏൽപ്പിക്കുന്നത് ആരെയാണ്? എൻ്റെ താഴെയുള്ള ഒരു സഹപ്രവർത്തകൻ ഞാനത് ഏൽപ്പിക്കുകയാണ്. അതേസമയം അതിന് സമയമാകുമ്പോൾ നമ്മുടെ മാനേജർ നമ്മോട് ചോദിക്കുകയാണ്, നജീം എന്തായി ഞാൻ തന്ന വർക്ക് എന്ന് ചോദിക്കുമ്പോൾ, സാർ ഞാൻ അവനെ ഏൽപ്പിച്ചിരുന്നു, അവൻ ചെയ്തോ ചെയ്തില്ലെന്ന് എനിക്ക് അറിയില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അല്ലേ? കാരണം എന്താണ്? അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി നമ്മളെല്ലാണ് ഏൽപ്പിച്ചത്, അദ്ദേഹം നമ്മളെയാണ് ആ ജോലി വിശ്വസിച്ച് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് പൂർത്തിയാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ആരെ ഏൽപ്പിച്ചു എന്നോ അവർ ചെയ്തോ ചെയ്തില്ലയോ ഇതൊന്നും ദാറ്റ് ഈസ് നൺ ഓഫ് ദ ബിസിനസ് ഓഫ് അവർ ഹെഡ്, അല്ലെങ്കിൽ നമ്മുടെ ബോസിൻ്റെ ഉത്തരവാദിത്തമേ അല്ല. അതെന്ത് അറിയേണ്ട കാര്യമില്ല, അതായത് ഏൽപ്പിച്ചത് നമ്മളെയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓത്തോറിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മുടെ ഓത്തോറിറ്റി നമ്മൾ വേറെ ആൾക്ക് കൈമാറുന്നുണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമുക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു കരിയർ കൗൺസിലറാണ്, നിങ്ങൾക്കൊരു ടീമുണ്ട്, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഒരു ടീമുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നിങ്ങളെ ഏൽപ്പിച്ചു, ഒരു കുട്ടിയുടെ കൺസൾട്ടിങ്ങും കൗൺസിലിങ്ങും സംഭവങ്ങളൊക്കെ അവരുടെ രക്ഷിതാക്കൾ നിങ്ങളെ ഏൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ നിങ്ങളിങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അവന് ഈ ആസ്ട്രോഫിസിക്സ് ഒക്കെ പോലുള്ള വലിയ വലിയ കോഴ്സുകളിലാണ് താല്പര്യം എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ആ മേഖലയിൽ കൂടുതൽ ഒരു വലിയ നോളജ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അവന് പറഞ്ഞു കൊടുത്ത് അവനെ വഴിതെറ്റിക്കുന്നതിന് പകരം വളരെ ഫ്രാങ്കായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട വേറെ കൗൺസിലർമാരുണ്ടാവുമല്ലോ, അവരിൽ ഒരു പക്ഷേ ഈ ആസ്ട്രോഫിസിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല നോളജുള്ള ആളുകളുണ്ടാകും. ആ ആളുകളെ ഇവരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക, ഈ പയ്യനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ തന്നെ നമ്മുടെ ഒരു മുഖതാവിൽ നമ്മുടെ ഒരു മധ്യസ്ഥത്തിൽ തന്നെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക, അതിനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കണക്ട് ചെയ്ത് കൊടുത്ത സാറ് തെറ്റായ ഉത്തരവാദിത്തം പറഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ആ കുട്ടി ഒരു സംശയം ചോദിക്കുകയാണ്, സാറേ ഈ കോഴ്സിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആരെയാണോ നമ്മൾ ഇവർക്ക് കണക്ട് ചെയ്ത് കൊടുത്തത് ആ സാറ് പറഞ്ഞ ഉത്തരങ്ങളൊരു തെറ്റ് വന്നു പോയി, ആ സാറ് കൊടുത്ത മറുപടിയിൽ ഒരു തെറ്റ് വന്നു പോയി, പിഴവ് വന്നു പോയി എന്ന് വിചാരിക്കുക. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നാളെ ഒരു സംഭവം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാനല്ലല്ലോ പറഞ്ഞത്, ആ സാറല്ലേ പറഞ്ഞത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ആ സാറിനെ അവർക്ക് പരിചയപ്പെടുത്തിയതും ആ സാറ് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനുള്ള ഒരു കാരണമായി തീർന്നതും നമ്മളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ ഒരു വലിയ ഒരു ഉത്തരവാദിത്തം തന്നെ ഉണ്ട്, നമുക്കതിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്ത ബോധം, അത് വളരെയധികം ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി പിന്മാറാൻ സാധിക്കില്ല. ഒരു പ്രൊഫഷണലായിട്ടൊരു കാര്യത്തിനെ സമീപിക്കുന്ന ഒരാൾക്കും തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ വഴിതെറ്റി നടക്കാനോ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ
എപ്പോഴും നമ്മളൊരു വളരെ കമ്മിറ്റഡ് ആയിരിക്കണം, നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ആ കുട്ടിയെ നല്ലൊരു വഴിയിൽ എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ ഓരോ വിദ്യാർത്ഥിയെയും നമ്മൾ സമീപിക്കാൻ. അപ്പോൾ ഇതിന് ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ ഒരു നല്ലൊരു സ്റ്റോറിയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഒരു ശക്തനായ രാജാവ്, ഓക്കെ, അദ്ദേഹം ഒരു ദിഗ്വിജയിയായ രാജാവാണ്. അദ്ദേഹം പുതിയ പുതിയ രാജ്യങ്ങൾ ഇങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ്. ശത്രു രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരെ എല്ലാം തൻ്റെ അടിമകളാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജാവ്. അദ്ദേഹം തൻ്റെ പടയോട്ടം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു പുതിയൊരു രാജ്യത്തിലേക്ക് അദ്ദേഹം കാലുവെക്കുകയാണ്. ഓക്കെ, തൻ്റെ കൂടെ ആയിരക്കണക്കിന് സൈന്യങ്ങളും കുതിരകളും ഒക്കെ ഉള്ളൊരു വലിയ ഒരു പട തന്നെ അദ്ദേഹത്തിനുണ്ട്. ആ പടയെ നയിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുതിയൊരു രാജ്യത്തിൻ്റെ അതിർത്തി അങ്ങോട്ട് കടന്നുകൊണ്ട് ചെല്ലുമ്പോൾ ഇദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തിയോട് ചേർന്നൊരു വീടുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. ആ കൂട്ടത്തിലൊരു വീടിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഏതാണ്ടൊരു 10 വയസ്സ് വരുന്ന ഒരു ബാലൻ, ഒരു ചെറിയ കുട്ടി അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനും ഈ തൊട്ടടുത്ത് നിൽക്കുന്ന പയ്യനും 2 പേർക്കും ഇവർ ഭക്ഷണം അങ്ങനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ഈ രാജാവ് അങ്ങോട്ട് തൻ്റെ പടകളെയും നയിച്ചുകൊണ്ട് യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടാണ് കടന്നു ചെല്ലുന്നത്. ഇത് കണ്ട പാടെ ഈ സ്ത്രീ ഭയചകിതയായിക്കൊണ്ട് ആകെ വെപ്രാളപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. അവർ മാത്രമല്ല, അപ്പോൾ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന എല്ലാവരും ഓടാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ത്രീയും ഓടാൻ തുടങ്ങി. അവർ ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന പാത്രം വലിച്ചെറിഞ്ഞിട്ട് ഒക്കത്തുള്ള കുഞ്ഞിനെ മുറുകെ പിടിച്ച് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ 10 വയസ്സുകാരൻ ബാലൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവർ വലിച്ചുകൊണ്ട് ഓടുകയാണ്. ഇങ്ങനെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വെച്ചാൽ ഓടുകയാണ്. അപ്പോൾ ഈ രാജാവ് എന്ത് ചെയ്തു? അയാൾക്കൊരു കൗതുകം. അയാൾ ആ സ്ത്രീയുടെ പുറകെ ഓടാൻ തുടങ്ങി. അവരെന്താ ചെയ്യാൻ നോക്കുക എന്നുള്ളത് അവരുടെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. അയാൾക്ക് ഒരു താല്പര്യം, ഒരു രസം അവരങ്ങനെ പിന്തുടർന്ന് പോകുമ്പോൾ. ഈ സ്ത്രീയാണെങ്കിൽ ആകെ പേടിച്ചരണ്ട് ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയോ? കുറേ പോയിട്ടും രാജാവ് വിടുന്നില്ല, അവർ പിന്നാലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ രാജാവ് മൂലം തനിക്കും കുട്ടികൾക്കും എന്തൊക്കെയോ ആപത്ത് വരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി അവരിങ്ങനെ ആകെ പേടിച്ച് ഓടുകയാണ്. ആ സമയത്ത് ഒരു രക്ഷയില്ല. രാജാവ് അവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. രാജാവിൻ്റെ കുതിര അവരെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. തനിക്ക് ഇനി ഒരു രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ ചെയ്ത കാര്യം എന്താ അറിയും? തൻ്റെ ഒക്കത്തിരുന്ന കുഞ്ഞിനെ അവർ ഒരൊറ്റ ഏറ് കുറച്ച് അപ്പുറത്തേക്ക് അവർ മണലിലേക്ക് അവരുണ്ട് വലിച്ചെറിഞ്ഞു. അപ്പോൾ കുട്ടി അവിടെ പോയി വീണു. എന്നിട്ട് ഈ താഴെ നിൽക്കുന്ന ചെക്കനുണ്ടല്ലോ, 10 വയസ്സുള്ള കുട്ടി, അവനെ എടുത്തുകൊണ്ട് അവർ ഓടുകയാണ്. ഓടുമ്പോൾ രാജാവിന് ആകെ കൗതുകം. ഇതെന്താ ഇവർ കാണിച്ചത്? ഒക്കത്തുള്ള ചെറിയ കുട്ടിയെ വലിച്ചെറിഞ്ഞിട്ട് 10 വയസ്സുള്ള കുട്ടിയെ എടുത്തുകൊണ്ട് ഇവർ ഓടുകയാണ്. എന്താണെന്ന് പറഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര ആകാംക്ഷ, ഇതെന്താ സംഭവം അങ്ങനെ ചെയ്തെന്ന് അറിയാം. രാജാവ് അവരെ ഓടിച്ചിട്ട് പിടിച്ചു. അവരെ മുന്നേ കയറി വട്ടം കയറി നിന്ന് കുതിരയെ കൊണ്ട് വഴി മറച്ച് നിന്നുകൊണ്ട് രാജാവ് അവരെ നിൽക്കുക എവിടെയെന്ന് പറഞ്ഞു. എന്നിട്ട് തൻ്റെ വാള് ഊരിയിട്ട് അവരെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിൽക്ക്, ഇനി ഓടാൻ നോക്കണ്ട, ഞാൻ ഓടിയാൽ നിൻ്റെ തടി കേടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ ഭീഷണിപ്പെടുത്തി തൻ്റെ വാൾമുന്നിൽ നിർത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, എനിക്കൊരു കാര്യം തീരെ മനസ്സിലാവുന്നില്ല. നീ ഒരു രക്ഷയുമില്ലാതായ സമയത്ത് ഞാൻ വിചാരിച്ചത് നീ ആ ബാലൻ്റെ 10 വയസ്സുള്ള കുട്ടി, അവനെങ്ങനെയൊക്കെ ജീവിച്ചോളും, അവൻ വലിയ കുട്ടിയായില്ലേ, നീ അവൻ്റെ കൈ വിട്ടിട്ട് നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടുന്നതാണ് ഞാൻ വിചാരിച്ചത്, അല്ലേ, ഒക്കത്തുള്ള കുഞ്ഞിനെയും കൊണ്ട് ഓടുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നീ ഒക്കത്തുള്ള കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ കൂടെ ഓടുന്ന പയ്യനെ എടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങിയത്? എനിക്ക് മനസ്സിലായില്ല. എന്താണ് അതിന് ഇത്രമാത്രം, ഈ പയ്യൻ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു. നിൻ്റെ കുട്ടികൾ രണ്ടും നിനക്ക് ഒരുപോലെയല്ലേ, പക്ഷേ നീ ഒരു കുഞ്ഞിനെ മാത്രം ഉപേക്ഷിക്കാനും ഈ കുഞ്ഞിനെ മാത്രം എടുത്ത് സ്വീകരിക്കാനുമുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞിട്ട് മറുപടി ഉണ്ട്. എൻ്റെ ഒക്കത്തിരുന്ന കുട്ടി, അതായത് ഞാൻ വലിച്ചെറിഞ്ഞ കുട്ടി എൻ്റെ സ്വന്തം കുഞ്ഞാണ്. അതേസമയം ഈ പയ്യൻ, ഇവൻ എൻ്റെ കുഞ്ഞല്ല, എൻ്റെ അയൽക്കാരിയുടെ കുഞ്ഞാണ്, എൻ്റെ അയൽക്കാരിയുടെ മകനാണ്. അവൾ പുറത്തേക്ക് രാഷ്ട്രീയ വേണ്ടി പോയപ്പോൾ നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അവൾ വരുന്നത് വരെ ഞാൻ ഇവനെ സുരക്ഷിതമായി നോക്കിക്കൊള്ളാമെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തതാണ്. ഞാൻ അവൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവന് യാതൊരു ആപത്തും വരാൻ പാടില്ല. എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലാതെ ഞാൻ സഹിച്ചാൽ മതി. അതേസമയം എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പോയ ഒരാൾ തിരിച്ചു വന്നിട്ട് എൻ്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ, ഇല്ലെങ്കിൽ എനിക്ക് അവനെ കാണിച്ചു കൊടുക്കാൻ അവനവിടെ വേണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഞാൻ ഇവനെയും എടുത്തുകൊണ്ട് ഓടിയത് എന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ രാജാവാകെ തെരിച്ചെന്ന് പോയി. ഇത്രയധികം ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജനത, അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത് ആ രാജാവിന് ഒരു വലിയൊരു വെളിപാടായിരുന്നു. ഉടനെ ആ രാജാവ് ചെയ്ത കാര്യം എന്താ അറിയോ? അദ്ദേഹം തൻ്റെ പടയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡാ സുഹൃത്തുക്കളെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്രയും ഉത്തരവാദിത്ത ബോധമുള്ള
ഒരു ജനതയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നതെങ്കിൽ ഇവർ ജയിക്കാനും ഈ സാമ്രാജ്യം പിടിച്ചെടുക്കാനും നമുക്ക് വളരെയധികം പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നമ്മൾ നിൽക്കണ്ട. നമ്മൾ ഈ ഉദ്യമം ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങിപ്പോവുകയാണ്. ഇവരുടെ നാട് ഇവർക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് തൻ്റെ പടയെ നയിച്ചുകൊണ്ട് തിരിച്ച് വേറെ ദിക്കിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഒരു സ്ത്രീ കാണിച്ച ഉത്തരവാദിത്ത ബോധം കൊണ്ട്, അവരുടെ ഒരു കർത്തവ്യ ബോധം കൊണ്ട് ഒരു നാട് തന്നെ രക്ഷപ്പെട്ട ഒരു കഥയാണ് നമ്മളിവിടെ കണ്ടത്. ഇതാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് തീരെ ഇല്ലാത്തൊരു ഗുണമാണ് ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മളൊരാളെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വയ്യ. അവർ ഓരോ കാരണങ്ങളായിരിക്കും പറയാം. നമ്മൾ നല്ല ഒരു വ്യക്തിയെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി ഒരു മന്ത്രിപദത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അങ്ങോട്ട് പാർലമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നിയമസഭയിലേക്കോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മളോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. തൻ്റെ ജനങ്ങളോട്, തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ നാളെ നമ്മൾ ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഞാനെന്താ ചെയ്യുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പ്രതിപക്ഷം സമ്മതിച്ചില്ല, പ്രതിപക്ഷം എപ്പോഴും ഇടങ്കോലിട്ടുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ സഖ്യകക്ഷികൾ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതൊരു നല്ല ഒരു ലീഡറുടെ ലക്ഷണമല്ല, ഒരു നല്ല ഒരു പേഴ്സണാലിറ്റിയുടെ മുഖമുദ്രയുമല്ല. അപ്പോൾ എന്ത് വേണം? നമുക്കൊരു ഉത്തരവാദിത്ത ബോധം വേണം. റെസ്പോൺസിബിലിറ്റി. യെസ്, ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഐ ഹാവ് ടു കീപ് മൈ വേർഡ്സ്, ഐ ഹാവ് ടു പ്രൊട്ടക്ട് മൈ ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ചിന്തിക്കാനുള്ള വിശാലമായ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രാജാവിൻ്റെ കഥയിൽ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റെടുത്ത കാര്യങ്ങൾ നമുക്ക് തന്നെ കൊടുത്ത ചില കാര്യങ്ങൾക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കണം മറ്റൊരാൾ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾക്ക്. ഓക്കെ, എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റൊരാളിൽ നിന്ന് ഒരു പ്രത്യേക ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അത് ഏൽക്കാതിരിക്കരുത്. ഏറ്റതിന് ശേഷം അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞത് ഈ ലോകത്തിലെ ഏറ്റവും നീചമായ നികൃഷ്ടമായ കാര്യങ്ങളിൽ ഒന്നാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു കരിയർ കൗൺസിലർക്ക് അത്യാവശ്യം വേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്ത ബോധം. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റഗ്രിറ്റി. എന്താണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ അതിനൊരു മലയാള വാക്കെന്താ? ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത, നേർമ, അല്ലേ? ജീവിതത്തിൽ വളരെ ഓണസ്റ്റി കീപ്പ് ചെയ്യുക, വളരെ സത്യസന്ധമായിട്ട് യാതൊരു കള്ളവും കപടവും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിലോ നമ്മുടെ പ്രവൃത്തികളിലോ വാക്കുകളിലോ ചര്യകളിലോ ഒന്നും തന്നെ മായം ചേർക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുക, ഏറ്റവും സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കുക. നമുക്ക് അർഹതപ്പെടാത്തത് ഒന്നും തന്നെ നമ്മൾ കൈമുതലാക്കി വെക്കാൻ പാടില്ല. അതാണ് ഈ ഇൻറ്റഗ്രിറ്റി അഥവാ ഓണസ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതം വളരെ സത്യസന്ധമായി നേരിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കലാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള കാര്യം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇതൊന്നും തീരെ ഇല്ല, അല്ലേ? ഏതൊരു രാഷ്ട്രീയക്കാരനും എന്താണ് ഇൻറ്റഗ്രിറ്റിയുടെ പ്രതിരൂപമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല ആളുകളും എന്താ ചെയ്യുന്നത്? അവർ അഴിമതിയുടെ കൂടാരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരിലും നമുക്കൊരു സത്യസന്ധത കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു സർക്കാർ ഓഫീസിലെ ഒരു ജീവനക്കാരിയെ അറസ്റ്റ് ചെയ്തു. അവർക്ക് മാസം ഏകദേശം ഒരു 70,000 രൂപയോളം ശമ്പളമുള്ള ഒരു ലേഡിയാണ്, അല്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥ മാസം 70,000 രൂപയോളം ശമ്പളമുള്ള ഏതാണ്ട് 50 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ, സർക്കാർ ഉദ്യോഗം. ഇതൊന്നും പണ്ടത്തെ പോലെ ഒന്നും അല്ല. പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം വളരെ കഷ്ടമായിരുന്നു, പരിതാപകരമായിരുന്നു, അല്ലേ? കാരൂർ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള കഥാകൃത്തിൻ്റെ, മലയാളത്തിലെ അനുഗ്രഹീതനായ എഴുത്തുകാരൻ്റെ പൊതിച്ചോറ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. പൊതിച്ചോറ് എന്ന് പറഞ്ഞ കഥൻ്റെ തന്തു എന്താണ്? ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപകൻ, ശമ്പളം കിട്ടുന്നില്ല, ദാരിദ്ര്യമാണ്, പട്ടിണി മൂലം വിശന്ന് വലഞ്ഞപ്പോൾ കുട്ടികൾ, തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ പുറത്തേക്ക് കളിക്കാൻ പോയ തക്കം നോക്കിയിട്ട് ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഭക്ഷണം കട്ട് കഴിക്കുകയാണ്. ഒരു പൊതിച്ചോറിന്ന് ചോറ് കട്ട് കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എല്ലാ പൊതിച്ചോറും അഴിച്ചിട്ട് അതിൽ നിന്ന് ഓരോ പിടി ഉരുള, അല്ലേ, ഒരു ഉരുള ചോറ് കട്ട് തിന്നിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റോറിയാണ് നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സർക്കാർ സ്കൂളിലെ അധ്യാപകർക്കൊക്കെ നല്ല ശമ്പളമാണ്. അത് പോരാ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ തൊഴിലിനെ മറന്നുകൊണ്ട് അവർ വേറെ ജോലികൾക്ക്, റിയൽ എസ്റ്റേറ്റ് ജോലിക്കും വേറെ പല ബിസിനസ്സുകളിലേക്കും അവർ കടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അവർ തങ്ങളുടെ ജോലിയോട് ഒരു ശതമാനം പോലും നീതി പുലർത്താതെ തങ്ങളുടെ സ്കൂളിലെ ജോലികൾ ഒക്കെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് ആ ശമ്പളം താനേ വന്നോളും, എന്നിട്ട് അവർ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അവിടെ ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? ഒരിക്കലും ഇൻറ്റഗ്രിറ്റി ഇല്ല. ശമ്പളം അനർഹമായിട്ട് ആ ശമ്പളം കൈപ്പറ്റുകയും എന്നാൽ ആ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഒരു പക്ഷേ ആ ജോലി അവരെക്കാളും ആത്മാർത്ഥമായി ചെയ്യാവുന്ന വേറൊരാൾ അപ്പുറത്ത് ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും.
അതിനെ പുല്ല് വില വയ്ക്കാതെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയിൽ മായം ചേർത്തുകൊണ്ട് അവിടെ കാപട്യം കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും നല്ല ശമ്പളം ഉണ്ടെന്ന്. ഏത് സർക്കാർ ജോലിയായാലും നല്ല ശമ്പളം, തൂപ്പുകാർക്ക് പോലും നല്ല ശമ്പളമുള്ള കാലഘട്ടമാണ് ഈ സമയം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങിയിരിക്കുകയാണ്. 50,000 രൂപ എന്തോ ഒരു കൈക്കൂലി വാങ്ങിയിരിക്കുകയാണ്. കൈക്കൂലി വാങ്ങിയതിന് അവർ പോലീസ് കയ്യോടെ പൊക്കി അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു പ്രത്യേക നാടകം, അവരെ ഒരു ബോധം കെട്ട് വീഴുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പൊതുവേ ആകെ ഒരു മെസ്സപ്പായ ഒരു സിറ്റുവേഷനാണ് നമുക്ക് ഈ വാർത്തയിൽ നമുക്ക് വായിക്കാൻ സാധിച്ചത്. ഞാൻ ചോദിക്കുകയാണ്, അവർക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, എനിക്ക് ഇത്രയും ശമ്പളമുള്ള ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം? എൻ്റെ ശമ്പളം കൊണ്ട് ഞാൻ മാന്യമായി ജീവിച്ചാൽ പോരെ? അത് ചിന്തിക്കുന്നില്ല. അത്യാർത്തി എന്ന് പറഞ്ഞത് അതൊരു മനുഷ്യനെ എപ്പോഴും തകർത്ത് കളയുന്ന ഒരു ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് ആർത്തി, പണത്തോടുള്ള അതിമോഹം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമയാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് കേട്ടോ. ഒരു 90കളിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് പൊന്നാരം തോട്ടത്തെ രാജാവ് എന്നാണ് പടത്തിൻ്റെ പേര്. പൊന്നാരം തോട്ടത്തെ രാജാവ്. അനിൽ ബാബുവാണ് സംവിധായകൻ ആ പടത്തിൻ്റെ. ജഗദീഷ് നായകൻ, ഉർവശി നായിക, പിന്നെ വേറെ ഒരുപാട് ആളുകളുണ്ട്. ഫിലോമിന, പിന്നെ പഴയ നടി മീന, സൈനുദ്ദീൻ, അങ്ങനെ ഒരുപാട് പേര് ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ദയനീയമായ ജീവിതത്തിൻ്റെ കഥയാണ് പറയുന്നത്. ജഗദീഷാണ് അതിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗൃഹനാഥനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാടുകളാണ് ആ സിനിമേൻ്റെ കഥാതന്തു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും സഹിച്ച് ഒരു രക്ഷയും ഇല്ലാതാവുന്ന സമയത്ത് കടം കയറി മുടിഞ്ഞ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ നായകൻ ആത്മഹത്യ ചെയ്തതായിട്ടാണ് സിനിമേൻ്റെ ക്ലൈമാക്സ് വരുന്നത്. ആലോചിച്ച് നോക്കണം, ഏതാണ്ട് ഒരു 30 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമേൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും മിസറബിൾ ആയിരുന്നു. അവർക്ക് വേണ്ട ശമ്പളമില്ല, അവർക്ക് കൈക്കൂലി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കൈക്കൂലി വാങ്ങാതെ ഓണസ്റ്റായിട്ടൊരാൾ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ സമൂഹത്തിന് മുമ്പിൽ മണ്ടനാകും. ഈ സമൂഹം അയാളെ നോക്കി കൊഞ്ഞനം കുത്തും. അയാൾക്ക് അവസാനം ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കാതെ തരമില്ലാത്ത അവസ്ഥ വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറി സർക്കാർ ജോലിൻ്റെ പൊലിമ കൂടി. അന്നൊന്നും സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഗൾഫുകാർക്കാണ് ജോലി കൊടുക്കുക എന്ന രീതിയിലാണ് വരാറുള്ളത്. അന്നൊക്കെ നിങ്ങൾ പഴയ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ വരിക? പഴയ സിനിമയിലൊക്കെ നായകൻ്റെയും പ്രണയത്തിലേക്ക് ഒരു വില്ലനായി കയറി വരുന്ന ഒരാൾ ഒരു ഗൾഫുകാരനായിരിക്കും. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി. ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് കയറി വരുന്നത്. ഇവർക്ക് നല്ല ശമ്പളമുണ്ട്, എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ട്. ഒരു 20-25 വയസ്സിനുള്ളിലായിട്ടുള്ള ആൾക്ക് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിരിഞ്ഞു വരുമ്പോഴത്തേക്കും അയാൾക്ക് കോടീശ്വരനായിട്ട് ജീവിക്കാം, നല്ല സമ്പാദ്യങ്ങളുണ്ടാകും, എല്ലാം കൊണ്ടും സേഫാണ്. എല്ലാവരും നോക്കി അസൂയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. എന്നിട്ട് പോലും അവിടെ അഴിമതി അടക്കി വാഴുകയാണ് ഈ ഒരു സെക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര മോശമായൊരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻറ്റഗ്രിറ്റി അല്ലേ? രാഷ്ട്രീയക്കാരുടെ ഇടയിൽ എവിടെയെങ്കിലും ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? എങ്ങനെ കൈയിട്ട് വാരാമെന്നാണ് പല രാഷ്ട്രീയക്കാരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. കേവലം ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്ന കാര്യങ്ങളിൽ പോലും എത്ര അഴിമതി നടക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലേ? നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് പൈസ പിരിച്ച് വളരെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട്, നല്ല സൗകര്യങ്ങളോട് കൂടി ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന നല്ല നിഴലും നല്ല സുരക്ഷയുമുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി. ചിലവ് വന്നത് ആകെ 4 ലക്ഷം രൂപയാണ് ചിലവ് വന്നത്. 4 ലക്ഷം രൂപയിൽ താഴെയാണ് ചിലവ് വന്നത്. നല്ല സൗകര്യങ്ങൾ, ഒരിക്കലും ഇത് ഏത് കാറ്റിലും മഴയിലും ആ ബസ് സ്റ്റോപ്പിന് ഒരു കേടുപാടും സംഭവിക്കില്ല. അങ്ങോട്ട് ബസ് സ്റ്റോപ്പ് ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പണം പിരിച്ചിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നു. അത് വളരെ ദൃഢമാണ്. പക്ഷെ 4 ലക്ഷം രൂപയിൽ താഴെ ചിലവ് വന്നുള്ളൂ അവർക്ക്. അതേസമയം എനിക്ക് 4 ലക്ഷം രൂപയും വന്നിട്ടുണ്ടോ സംശയമാണ്. ഞാൻ കണക്ക് കൃത്യമായി നോക്കി പറഞ്ഞു. എനിക്ക് വളരെ ഏതാണ്ട് 2-2.5 ലക്ഷം രൂപ മാത്രം ചിലവ് വന്നിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് വളരെ കുറഞ്ഞ ചിലവിൽ നല്ലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ ഇന്ന് ഈ നമ്മുടെ MLA-മാരും മറ്റു മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ചേർന്നിട്ട് അവർ പണം പിരിച്ചിട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ MLA ഫണ്ടൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചില ബസ് സ്റ്റോപ്പുകളുടെ അവസ്ഥകൾ കണ്ടിട്ടുണ്ടോ? ഏത് നിമിഷം ഒരു കാറ്റടിച്ചാൽ പോലും എൻ്റെ ഷീറ്റൊക്കെ പാറിപ്പോവും. ആ അവസ്ഥയിലാണ് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നത്. ആളുകൾക്ക് ഇരിക്കാൻ ഒരു സ്വസ്ഥമായിട്ടൊരു ചെയർ പോലും ഇല്ല. ഒന്ന് ഇരിക്കാവുന്ന ഒരു പ്ലാസ്റ്റിക് ചെയറോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഒരു ഇരുമ്പിൻ്റെ കമ്പി ഇങ്ങനെ ഉരുട്ടി വളച്ച് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുകളിൽ നമ്മൾ പോയി ഇരുന്നോണം. അത് എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇരുന്നെന്ന് വരും. പക്ഷേ ഈ വയസ്സായ ആളുകൾ, വലിയ ശരീരമുള്ള ആളുകൾ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ പോയി ഇരിക്കുക? അങ്ങനെ അങ്ങോട്ട് അപ്പുറത്തോട്ട് വീഴും. പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും ഇരുത്താനേ പറ്റില്ല. പക്ഷെ അതാണ് അവർ അവിടെ ഉണ്ടാക്കി വെക്കുക. നാളെ എന്തെങ്കിലും ഒരു സമ്മേളനമോ അല്ലെങ്കിൽ ഒരു പൊതുയോഗമോ ഉണ്ടാകുന്ന സമയത്ത് നാളെ ഈ മന്ത്രിയോ MLA-യോ വരുമ്പോൾ അതുപോലെ ഉരുട്ടി വെച്ചൊരു ഇരുമ്പ് കമ്പി സീറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി ഇരിക്കുമോ? ഇരിക്കാൻ തയ്യാറാവുമോ?
ഇതൊക്കെ പോട്ടെ, ഇത്രയും മോശമായ അവസ്ഥയിൽ, ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ച ബസ് സ്റ്റോപ്പിന് അവർ കാണിക്കുന്ന തുക എത്രയാണ്? 40 ലക്ഷം 50 ലക്ഷം ഒക്കെയാണ്. ഒരു ബസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ്, MLA ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ ബസ് സ്റ്റോപ്പിന് വേണ്ടി അനുവദിച്ച MLAക്ക് അഭിവാദ്യങ്ങൾ നേരിട്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 40 ലക്ഷം രൂപ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ 40 ലക്ഷം രൂപ എങ്ങനെ വന്നു എന്ന് ചോദിക്കാനുള്ള ആർജവം ജനങ്ങൾ കാണിക്കണം. ഇത്രയും ചെറിയ ബസ് സ്റ്റോപ്പിന്, ഇത്രയും കുറച്ച് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പിന് എങ്ങനെയാണ് 40 ലക്ഷം രൂപ ചിലവ് വന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം, ചങ്കൂറ്റം നാട്ടുകാർ കാണിക്കണം. കാരണം നമ്മൾ സാധാരണക്കാർ പോലും പോയിട്ട് പല കടകളിൽ നിന്നായിട്ട് എത്രയും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പോലും അത്രയും ചിലവ് വരില്ല. അതേസമയം ഒരു ഗവൺമെൻറ് പോയിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ഏജൻസി പോയിട്ട് ഇത്തരം സാധനങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുമായി കരാർ ഉറപ്പിച്ചിട്ട് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അതിനേക്കാളും കുറഞ്ഞല്ലേ കിട്ടേണ്ടത്? റേറ്റൊക്കെ കുറയല്ലേ വേണ്ടത് എല്ലാ മെറ്റീരിയൽസിൻ്റെയും. പക്ഷേ എങ്ങനെയാണ് ഇതിന് മാത്രം ഇത്രയും വർദ്ധിക്കുന്നത്? ഓക്കെ, അത് ഒരു ചോദ്യം. എങ്ങനെയാണ് വെറും ഒരു 2 ലക്ഷം 2 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പിന് ഒരു MLA ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയാണ് 40 ലക്ഷം ചിലവ് വന്നതെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ആരൊക്കെ കയ്യിലേക്കാണ്, ആരൊക്കെ കീശകളിലേക്കാണ് ആ കാശ് പോയതെന്നും അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, MLA ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ അനുവദിച്ചതെന്ന് പറഞ്ഞിട്ട് ആ MLAക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ബോർഡ് വെക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അത് അയാളുടെ തറവാട്ട് സ്വത്ത് നിന്ന് കൊടുക്കുന്ന 40 ലക്ഷം ആണോ? അത് 40 ലക്ഷം ആവട്ടെ, 4 ലക്ഷം ആവട്ടെ, 40,000 രൂപ ആവട്ടെ, എത്ര ആവട്ടെ, MLA ഫണ്ട് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാനുള്ള ഫണ്ടാണ് MLA ഫണ്ട്, അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിന് കൊടുക്കുന്ന ഫണ്ടാണ് MLA ഫണ്ട് എന്ന് പറഞ്ഞത്. അല്ലാണ്ട് MLAക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഫണ്ടല്ല MLA ഫണ്ട്. ആ ഫണ്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തന്നെയാണ്. ഇതുപോലെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാനും റോഡ് പണിയാനും പാലം പണിയാനൊക്കെ ഉള്ള ഫണ്ട് തന്നെയാണ് MLA ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഒരാൾ ഒരു പാലം ഉണ്ടാക്കി, അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കി, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അയാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബോർഡ് വെക്കേണ്ട കാര്യം എന്താണ്? അത് അയാളുടെ ജോലിയാണ്. ആ ജോലി വെച്ചതിന് കാണിച്ചതിന് നമ്മൾ, ജോലി ചെയ്തതിന് നമ്മൾ നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ടോ? ഇപ്പം ഞാനൊരു കോളേജ് പ്രൊഫസറാണ്. ഞാനിതാ ഇന്നലെ എൻ്റെ സിലബസ് തീർത്തു. എൻ്റെ ഒരു ട്രമസ്റ്ററിലെ സിലബസ് ഞാൻ തന്നെയാണ് തീർത്തത്. ഉടനെ എൻ്റെ പിള്ളേരെ കൊണ്ട് ഞാനവിടെ ബോർഡ് പിടിക്കാൻ പറ്റുമോ? കോളേജിലെ സിലബസ് കംപ്ലീറ്റ് ആക്കി തന്ന നജമുദ്ദീൻ സാറിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് വെക്കാൻ പറ്റുമോ? അല്ലല്ലോ. അതേപോലെ ഒരു ഡ്രൈവർ ബസ് ഓടിക്കുകയാണ്. ഡ്രൈവർക്ക് KSRTC ബസ്സിലെ ഡ്രൈവർ ബസ് ഓടിച്ചിട്ട് അയാൾ തിരുവനന്തപുരത്ത് നിന്ന് ബസ് സേഫായിട്ട് കോഴിക്കോട് എത്തിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ കോഴിക്കോട് ബസ് ഇറങ്ങിയ പാടെ യാത്രക്കാരുടെ ഒരു ബോർഡ് വെക്കുകയാണ്, ഞങ്ങളെ സേഫായിട്ട് കോഴിക്കോട് എത്തിച്ച ഡ്രൈവർക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, ഇതൊക്കെ പോലെ തന്നെ ഒരു കാര്യമാണ് MLAയുടെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MP ജോലി എന്ന് പറഞ്ഞത്. ഇവരൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അവരൊക്കെ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അതിന് നമ്മൾ ജനങ്ങൾ അവരോട് നന്ദി പറഞ്ഞിട്ട് ബോർഡ് വെക്കേണ്ട ഒന്നും കാര്യമൊന്നുമില്ല. സ്തുതി പാടേണ്ട കാര്യം ഒരിക്കലും ഇല്ല. ഒരാൾ അവനവൻ്റെ കടമ നിർവഹിക്കുന്നതിൻ്റെ പേരിൽ അയാൾ നമ്മൾ സ്തുതിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയാണ് സംഭവിക്കുന്നത്. വെറും 2 ലക്ഷം രൂപയിലോ 2 ലക്ഷം രൂപയിലോ ഒതുക്കാവുന്ന ഒരു കാര്യത്തിന്, ഒരു പ്രൊജക്റ്റിന് 40 ലക്ഷം രൂപയും 50 ലക്ഷം രൂപയും കാണിക്കുന്നു. നമ്മൾ ജനങ്ങൾ ആരും പ്രതികരിക്കുന്നില്ല. അതേസമയം അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവർ തന്നെ ബോർഡ് വെക്കുന്നു. നമ്മളത് കൈയടിച്ച് അവരെ പ്രസംഗം കേട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ വഴിക്ക് 4 വഴിക്ക് ചിതറി പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇവിടെ അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന്, അളവിൽ കൂടുതൽ പൈസ അവർ നമ്മളിൽ നിന്ന് കണക്ക് കാണിച്ച് വാങ്ങുകയാണ്. 2, നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതിന് അവർ തന്നെ അവർക്ക് സ്വയം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബോർഡ് വെക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന് ഒരു വീട് വെക്കണമെങ്കിൽ സർക്കാരിന് കൊടുക്കുന്ന സംഖ്യ എത്രയാണ്? 4 ലക്ഷം രൂപയാണ്. അതിന് തന്നെ ആ 4 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ അയാൾക്ക് ആദ്യം ഒരു പ്രോപ്പർട്ടി വേണം. ആ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ വേണം. അവിടെ വീട് വെക്കാനുള്ള പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി വേണം. അതിൽ തന്നെ അയാൾ മിനിമം 1 ലക്ഷം രൂപയെങ്കിലും ചിലവാക്കിയിട്ട് ആദ്യം തറപ്പണിയും മറ്റു സംഭവങ്ങളെല്ലാം തീർത്തുണ്ടായിരിക്കണം. അതിൻ്റെ മുകളിലോട്ട് പണിയാൻ വേണ്ടി മാത്രമാണ് സർക്കാരിന് കിട്ടുന്നത്. അപ്പോൾ ഈ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊണ്ട് ഒരു ഭേദപ്പെട്ട രീതിയിലുള്ള ചെറിയൊരു വീട് തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന കാലത്ത്, അല്ലേ? അത് മതി എന്നാണ് സർക്കാർ പറയുന്നത്. ഒരു പാവപ്പെട്ടൊരു വീട് വെക്കാൻ 4 ലക്ഷമോ 5 ലക്ഷമോ മതി എന്ന് പറയുന്ന അതേ സർക്കാർ തന്നെയാണ് പറയുന്നത് എന്തെന്ന്, ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ 40 ലക്ഷം വേണമെന്ന് കണക്ക് കാണിക്കുന്നു. അത് നമ്മളെല്ലാവരും കണ്ണടച്ച് അംഗീകരിക്കുകയും ചെയ്യുന്നു. ചോദ്യം ചെയ്യാൻ ആരും ഈ നാട്ടിൽ ഇല്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഞാൻ ഈ ഇൻറ്റഗ്രിറ്റി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് പൊതുവേ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പ്രതികരിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ.
നിങ്ങൾ ആരെങ്കിലും കൂടി പ്രതികരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഓക്കെ, സംതിങ് വിൽ ഹാപ്പൻ, എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും. നമ്മളെപ്പോലുള്ള കരിയർ കൗൺസിലർമാർ, അധ്യാപകർ, പിന്നെ നല്ല നല്ല പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളുകൾ, അഡ്വക്കേറ്റുമാർ, ഡോക്ടർമാർ, ഇങ്ങനെ വിദ്യാഭ്യാസമുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് പലർക്കും ഉത്തരം മുട്ടിപ്പോവുക. നമ്മളെപ്പോൾ ചോദ്യം ചോദിക്കാൻ മടിക്കുന്നോ, എത്രത്തോളം കാലം നമ്മൾ ഭയന്നിരിക്കുന്നോ, അത്രത്തോളം ഇതെല്ലാം വീണ്ടും 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 ആവർത്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെയും എൻ്റെയും പണമാണ് ഇങ്ങനെ ധൂർത്തടിക്കപ്പെടുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു കരിയർ കൗൺസിലറുടെ ഇൻറ്റഗ്രിറ്റി ഇത് എവിടെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു ചെറിയൊരു ഒരു സംഭവ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒന്ന് കേട്ടു നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പി ജീവാനന്ദം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ജീവ എന്ന് പറയും. തമിഴ്നാട് സർക്കാരിൻ്റെ ഒരുപാട് ബസ്സുകൾ തമിഴ്നാട്ടിൽ ഓടുന്നുണ്ട് ഇതിൻ്റെ പേര് ജീവ ട്രാൻസ്പോർട്ട്സ് എന്നായിട്ട്. പക്ഷേ ഇപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് സജീവമല്ല. പണ്ടൊക്കെ ഉണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബസ്സുകളുടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും അണ്ണ എന്ന് കാണാൻ പറ്റും. അണ്ണാദുരൈ പഴയ മുഖ്യമന്ത്രി ആയിരുന്ന അണ്ണാദുരൈൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അണ്ണ ബസ് സർവീസ് ഓടുന്നത്. അതേപോലെ തന്നെ വേറൊരു ബസ് സർവീസ് ആയിരുന്നു ജീവ ബസ് സർവീസ് എന്ന് പറയും. ആ ജീവ ബസ് സർവീസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഈ അണ്ണാദുരൈ, കാമരാജ്, പെരിയാർ ഇവരൊക്കെ തമിഴ്നാട്ടിലെ കാര്യപ്പെട്ട പദവികൾ ഇരുന്ന സമയത്ത്, അവരൊക്കെ അതിൻ്റെ മുഖ്യമന്ത്രി പദവികളും മറ്റൊക്കെ ഇരുന്ന സമയത്ത് ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു പി ജീവാനന്ദം. അദ്ദേഹം ഒരു സഖാവായിരുന്നു. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പി ജീവാനന്ദം. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈയിടെ കേട്ട ഒരു കാര്യം എനിക്ക് വളരെയധികം ഒരു ഇംപ്രഷൻ തോന്നി. ഇദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം ഒരു ഇംപ്രഷൻ തോന്നിയ ഒരു സംഭവമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഏകദേശം ഒരു 80കളുടെ അവസാനത്തിലുണ്ടായ സംഭവമാണ്. തമിഴ്നാട്ടിൽ ഈ തിരുനെൽവേലി ഭാഗത്തൊക്കെ കൊടുങ്കാറ്റ്, ശക്തമായൊരു കൊടുങ്കാറ്റ് അടിച്ചു. അവിടെ കൃഷികളൊക്കെ ഒരുപാട് നശിച്ചു. തൂത്തുക്കുടി, തിരുനെൽവേലി ആ ഭാഗത്തൊക്കെ ഒരു കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. പ്രകൃതിക്ഷോഭം കാരണം അവിടെ കൃഷിയൊക്കെ നശിച്ചു. ഒരുപാട് മരങ്ങൾ പുഴകി വീണു. വെള്ളം കയറിയിട്ട് ഒരുപാട് കൃഷിയിടങ്ങളും പാടങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായ ഒരു വർഷമായിരുന്നു 1980-88. ആ ഒരു കാലഘട്ടം കുറച്ച് സങ്കീർണമായ കാലഘട്ടമായിരുന്നു. അപ്പോൾ കർഷകരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലായി. ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു. റോഡുകളൊക്കെ ഒലിച്ചു പോയി. പാലങ്ങൾ തകർന്നു പോയി. അങ്ങനെ ഒരുപാട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള വർഷമായിരുന്നു ആ വർഷം. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഈ സഖാവ് പി ജീവാനന്ദം അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ചെന്നൈയിലേക്ക് ഒരു ട്രെയിൻ കയറി പോയി. ഒരു മാസത്തോളം അദ്ദേഹം ചെന്നൈയിൽ താമസിച്ചിട്ട് അവിടെ ഫുള്ള് ഇങ്ങനെ കറങ്ങുകയാണ്. എല്ലാ റോട്ടിലും അദ്ദേഹം എല്ലാ കടകളിലും എല്ലാ സ്ഥാപനങ്ങളിലും പോയി കയറി ഇറങ്ങി. അദ്ദേഹം ഒരു വലിയൊരു സംഖ്യ, ഏകദേശം ഒരു അന്നത്തെ കാലത്ത് ഒരു 4 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. അങ്ങനെ വലിയൊരു സംഖ്യ അദ്ദേഹം അവിടുന്ന് എടുക്കുകയാണ്. അത് ഒരു 4 ലക്ഷം രൂപകളുണ്ടായിരുന്നു. സംഭാവനകളായിട്ടും മറ്റും ഒക്കെ പണപ്പിരിവ് നടത്തി പല ആളുകളുടെ അടുത്തും വഴിപോക്കരുടെ അടുത്തും സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുമൊക്കെ എല്ലായിടത്തും കയറി ഇറങ്ങി കിട്ടാവുന്ന അത്രയും സംഖ്യ അദ്ദേഹം സമാഹരിച്ചിട്ട് ആ സംഖ്യയൊക്കെ ഒരു സഞ്ചിയിലാക്കിയിട്ട് അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അത് ഇവിടെ വന്നിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക്, അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. ഓക്കെ, ശ്രദ്ധിക്കണം, പ്രതിപക്ഷ നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഓക്കെ, യാതൊരു സൗകര്യങ്ങളില്ലാതെ സാധാരണക്കാരോടൊപ്പം അദ്ദേഹം ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് അദ്ദേഹം നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് 2-3 സഖാക്കന്മാർ, അവരുടെ ഒരു ഫ്രണ്ട്സ് 2-3 പേര് അദ്ദേഹത്തിനെ സുരക്ഷിതമായിട്ട് ട്രെയിനിൽ കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വലിയ കമ്പാർട്ട്മെൻറ്റിൽ പോയിക്കൂടെ, കയ്യിൽ പൈസ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വേണ്ട കുഴപ്പമൊന്നുമില്ല, എനിക്കത് ആഡംബരം വേണ്ട, ദൂരത്ത് വേണ്ട, ഞാൻ ഈ നോർമൽ കമ്പാർട്ട്മെൻറ്റിൽ പോയിക്കോളാം. അതിൻ്റെ അവർ ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. ആ ടിക്കറ്റ് വാങ്ങി അദ്ദേഹം ആ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹത്തിനെ ട്രെയിൻ കയറ്റി വിട്ട ആൾക്കാർ അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, മധുരയിലോട്ട് വിളിച്ച് പറയുകയാണ്, നമ്മുടെ സഖാവ് ഇങ്ങനെ കാശും കൊണ്ട് വരുന്നുണ്ട്, അദ്ദേഹം രാവിലെ ഇത്ര സമയമാകുമ്പോൾ അവിടെ എത്തിച്ചേരും, നിങ്ങൾ അദ്ദേഹത്തിന് സ്റ്റേഷനൊന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അറിയിക്കുകയാണ്. അതുപ്രകാരം മധുരയിലുള്ള അദ്ദേഹത്തിൻ്റെ സഖാക്കന്മാർ കുറേ പേര് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ വന്ന് നിന്നു. ജീവാനന്ദം ഉറക്കച്ചടവോട് കൂടിയിട്ട് നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. അപ്പോൾ എല്ലാ സഖാക്കന്മാരും പോയിട്ട് അദ്ദേഹം പോയി സ്വീകരിച്ചു. പൂച്ചെണ്ടൊക്കെ കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു.
എന്നിട്ട് പൈസ അടങ്ങുന്ന സഞ്ചി അവരൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ, ഇത് അർഹതപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം, ഒരു കുറവും വരരുതെന്ന് പറയുകയാണ്. അപ്പോൾ പറയണ ആയിക്കോട്ടെ നമ്മൾ ചെയ്യാം, നമുക്ക് പോവുമല്ലേ നോക്കണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കൂടെയുള്ള ഒരാൾ പറയുകയാണ്, പോവാം, അതിനു മുമ്പ് നിങ്ങൾ ആരെയും എനിക്ക് ഒരു ചായ വാങ്ങി തരുമോ നോക്കിയാണ്, ഒരു ചായ വാങ്ങി തരുമോ നോക്കിയാണ്. അപ്പോൾ എല്ലാവരും അല്പം നോക്കുകയാണ്, എന്ത് പറ്റി സഖാവേ നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ, ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഇന്നലെ രാത്രിക്ക് ശേഷം ഞാനൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കരമായിട്ടുള്ള വിശപ്പുണ്ട്, ഒരു ചായ വാങ്ങി തരൂ എന്ന് പറയണം. അങ്ങനെ ഒരു ചായ വാങ്ങിച്ചു കൊടുത്തു. ആ ചായ കുടിച്ച് പറയണം, ഒരു ചായയും കൂടി വേണം എന്ന് പറയണം, ഒരു ചായയും കൂടി. അപ്പോൾ 2 ചായ കുടിക്കണം. അപ്പോൾ സഖാവ് നിങ്ങൾ ഇത്രയും 2 ചായ എന്ന് ഒരുമിച്ച് കുടിക്കുന്ന പതിവില്ല, എന്ത് പറ്റി? നല്ല വിശപ്പ്, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കൂടെയുള്ള ആൾ ചോദിക്കുകയാണ്, സഖാവേ ഈ ട്രെയിനിലൊക്കെ ഈ ചായയും വടയും പോലുള്ള സ്ഥാനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരൊക്കെ വരാറുണ്ടല്ലോ, അവരെ കയ്യിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കായിരുന്നില്ലേ? ഇത്രയും വിശപ്പുണ്ടെങ്കിൽ എന്തിനാ വിശപ്പ് സഹിച്ചിങ്ങനെ ഇരുന്നത് എന്തിനാണ്? അവരെ കയ്യിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സഖാവ് പറയാണ്, അല്ല, അതൊക്കെ വന്നു, അതൊക്കെ ചായ വെക്കുന്നവനും കാപ്പി വെക്കുന്നവനും വട വെക്കുന്നവനും ബജ്ജി വെക്കുന്നവനൊക്കെ വന്നു, പക്ഷേ വാങ്ങി കഴിക്കാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. ഉടനെ ഇത് കേട്ടപാടെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. സഖാവ് എന്താ ഈ പറയുന്നത്? 4 ലക്ഷം രൂപയല്ലേ നിങ്ങളുടെ കയ്യിലിരുന്നത്? 4 ലക്ഷം രൂപ ഒരു സഞ്ചിയിലാക്കി കൈ പിടിച്ചിരിക്കുന്ന നിങ്ങൾ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ബജ്ജി വാങ്ങി കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറയും. എന്താ ഇത് അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ സഖാവ് ജീവാനന്ദം അവരോട് ചോദിച്ചാണ്, എന്ത്, ആ പൈസക്ക് ഞാൻ ചായ കുടിക്കുകയെ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അത് ജനങ്ങളുടെ കാശാണ്, അത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകർക്കും വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ മറ്റൊരുത്ത് പിരിച്ചു കൊടുക്കുന്ന പൈസയാണത്, അത് എൻ്റെ പൈസയല്ല, അത് മറ്റുള്ളവരുടെ കാശാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ചായ വാങ്ങി കുടിക്കുക എന്നാണ് ഇദ്ദേഹം ചോദിച്ചത്. ആ കൂടെ വന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു റിവലേഷൻ ആയിരുന്നു, ഒരു ഐ ഓപ്പണർ ആയിരുന്നു. ഇത്രയും ഓണസ്റ്റി ആയിട്ട് ഒരാൾ ചിന്തിക്കുമോ എന്നുള്ളത്. പക്ഷേ സത്യം അതാണ്, അന്നൊക്കെ പണ്ടൊക്കെ ഇതുപോലെ വിശാലമായി ആഴത്തിൽ ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. സത്യസന്ധമായി നമുക്ക് അർഹതപ്പെടാത്ത ഒരു രൂപ പോലും നമ്മുടെ കൈവശം വെക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന വലിയ മനസ്സുള്ള ആളുകൾ പണ്ടൊക്കെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ഇന്നാണ് അതൊന്നും ഇല്ലാതായി പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനങ്ങളുടെ പൈസയിൽ വരെ കൈയിട്ട് വാരുന്ന രാഷ്ട്രീയക്കാർ ഉള്ള കാലത്ത് ആണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതേസമയം അന്ന് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 10-40 വർഷം മുമ്പ് ഒരു സഖാവ് ചിന്തിക്കുകയാണ്, തൻ്റെ കയ്യിൽ 4 ലക്ഷം രൂപ ഉണ്ടായിട്ട് പോലും അത് എൻ്റെ കാശല്ല, അത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള ഉറപ്പോട് കൂടി എന്നെ വിശ്വസിച്ചുകൊണ്ട് വേറെ ആളുകൾ എന്നെ ഏൽപ്പിച്ച പൈസയാണ്, അത് ഞാൻ ഒരു രൂപ പോലും കുറയാതെ അവരിലേക്ക് എത്തിക്കുക തന്നെ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാൾ പട്ടിണി കിടക്കുകയാണ്. രാത്രി മുഴുവൻ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരാൾ പട്ടിണി കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഒരു ഡെസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാനൊരു സ്റ്റോറി ഉണ്ടായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പിന്നെ നമ്മുടെ കാമരാജ് എന്ന് പറയുന്ന തമിഴ്നാട്ടിൻ്റെ മുഖ്യമന്ത്രിയും ചേർന്നിട്ട് ഒരു അമേരിക്കക്കാർക്ക് ഒരു പണി കൊടുത്തൊരു സംഭവം ഞാൻ പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഇൻഡോ ചൈന വാറിൻ്റെ ബേസിൽ അവിടുന്ന് ഒരു കപ്പൽ കയറ്റി അയക്കാത്തതിൻ്റെ പേരിൽ, അമേരിക്കൻ ഒരു കപ്പൽ, ആയുധങ്ങളുടെ കപ്പൽ പുറപ്പെടാതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ചു, അങ്ങോട്ടൊരു പണി കൊടുത്തു, ബാങ്ക് ഓഫ് അമേരിക്ക പൂട്ടിക്കേണ്ട ആ സംഭവം ഞങ്ങൾ മുമ്പൊരു അദ്ദേഹത്തിന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അവർ രണ്ടുപേർക്കുണ്ടായ ഒരു സംഭവം ഞാൻ വീണ്ടും ഇവിടെ ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ കാമരാജ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് കാമരാജ്. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും. ആ സമയത്ത് തമിഴ്നാട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കാമരാജ് സാറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും എല്ലാ നാടും കാണിച്ചു കൊടുക്കുകയും എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആരാണ്? മുഖ്യമന്ത്രി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആരാണ്? രണ്ടാളും കട്ട ചങ്കുകളാണ്, രണ്ട് നല്ല ഫ്രണ്ട്സാണ്. നെഹ്റുവിനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കാമരാജ് അങ്ങോട്ട് പോയി സഹായിക്കും, കാമരാജിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നെഹ്റു ഇങ്ങോട്ട് വരും. ഇതാണ് ഇവരുടെ ജീവിതശൈലി. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ പോയിട്ട് എല്ലാ പ്രശ്നങ്ങളും കണ്ടുപഠിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ റോഡ് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഈ കാമരാജ് നെഹ്റുവിനോട് പറയുകയാണ്, രണ്ടാൾ ഒരേ കാറിലായിട്ടാണ് പോണത്. അപ്പോൾ കാമരാജ് നെഹ്റുവിനോട് പറയുകയാണ്, ഇത് ഇവിടുന്ന് ഒരു 2 മല കടന്നാൽ, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുന്ന ആ ചെറിയ 2 കുന്നുകളാണ് കടന്നു കഴിഞ്ഞാൽ എൻ്റെ നാടായി, അവിടെയാണ് എൻ്റെ ഗ്രാമം എന്ന് അദ്ദേഹം പറയുകയാണ്. അവിടെ നെഹ്റു ഒരു ആഗ്രഹം തന്നെയാണ്, ഓക്കെ എന്നാൽ എനിക്ക് ആ നാടൊന്ന് കാണണം എന്ന് പറയുകയാണ്. ഇപ്പോൾ വേണോ? ഉറപ്പായിട്ടും എനിക്ക് നിൻ്റെ നാടൊക്കെ ഒന്ന് കാണണം എന്ന് പറയുകയാണ്. എനിക്ക് നിൻ്റെ നാട് മാത്രമല്ല, നിനക്ക് നിൻ്റെ വീട് കാണണം, പറ്റുമെങ്കിൽ നിൻ്റെ അമ്മയൊന്ന് കാണണം, അമ്മ എന്തായാലും ഒന്ന് കണ്ടിരിക്കുന്നു, അമ്മയൊന്ന് വണങ്ങണം എന്ന് പറയുകയാണ്.
അപ്പോൾ എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതേമാതിരി നാട്ടിലേക്ക് വിടുന്നു, നാടൊക്കെ കാണിച്ചു കൊടുക്കുന്നു, ചുറ്റി കാണിച്ചു കൊടുക്കുന്നു. അവരാണ് അമ്മയാണ്, എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറയുമ്പോൾ അമ്മ ഇപ്പോൾ വേണ്ട, അമ്മ തിരക്കില്ലായിരിക്കും, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അമ്മയെ കാണാം, നമുക്ക് പിന്നൊരിക്കൽ കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. അല്ല, എനിക്ക് നിൻ്റെ അമ്മയെ കാണുന്ന നെഹ്റു വാശി പിടിക്കുകയാണ്. അപ്പോൾ കാമരാജർ പറഞ്ഞു, അങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ എന്തൊരു കാര്യം ചെയ്യൂ, വീട്ടിലേക്ക് വേണ്ട, ഇപ്പോൾ ഈ റൂട്ടിലേക്ക് ഇങ്ങോട്ട് വിടുന്നു പറയും. കാർ ഓടിക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഡ്രൈവർ വേറൊരു ദിക്കിലേക്ക് കാർ ഓടിക്കുകയാണ്, ഇദ്ദേഹം പറഞ്ഞ ദിക്കിലേക്ക്. അങ്ങനെ കാറ് പോയി ഒരു വിശാലമായൊരു പാടത്തിന് നടുക്കാണ് പോയിട്ട് ഈ കാറ് പോയി നിൽക്കുന്നത്. അപ്പോൾ നെഹ്റു ചോദിക്കുകയാണ്, എന്താ നീ എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു വിശാലമായ പാടമുണ്ട്. ആ പാടത്തിൽ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ കുരിഞ്ഞു നിന്ന് ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി നെഹ്റുവോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് കുറേ പെണ്ണുങ്ങൾ, ആ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ, ഞാറ് നട്ടുകൊണ്ടിരുന്ന പെണ്ണുങ്ങളുടെ ആ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ഇദ്ദേഹം ഉറക്കെ വിളിച്ചു, അമ്മ എന്ന് വിളിച്ചു. അമ്മ എന്ന് വിളിച്ച സമയത്ത് അവിടുന്ന് ഒരു സ്ത്രീ എന്താ മോനെ എന്ന് വെച്ചുകൊണ്ട് തല പൊക്കി നോക്കിയിട്ട് എന്താ മോനെ എന്ന് വെച്ച് മുമ്പോട്ട് വന്നു. ആ ഞാറ് നടുന്ന സ്ത്രീകളിൽ നിന്ന് ഒരു സ്ത്രീ എന്താ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് വരികയാണ്. ഉടനെ കാമരാജ് നേരെ പോയിട്ട് ആ അമ്മയുടെ കാലോട്ട് വന്നിച്ചുകൊണ്ട് പറയുകയാണ്, അമ്മേ ഇത് എൻ്റെ ഫ്രണ്ട് നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. അതേസമയം അമ്മയും പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇതാണ് എൻ്റെ അമ്മ, നീ കാണാൻ താല്പര്യപ്പെട്ട് വന്ന എൻ്റെ അമ്മ ഇവരാണെന്ന് പറയുമ്പോൾ നെഹ്റുവിനെ നോക്കുകയാണ്. അമ്മ ഇങ്ങനെ ഫുള്ള് ചെളിയിൽ കുളിച്ച്, മുട്ടറ്റം ചെളിയിൽ കുളിച്ച്, കൈയൊക്കെ ചെളിയും ചേറൊക്കെ ആയിട്ട് അമ്മ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മനെ വീണ്ടും ജോലിക്ക് കണ്ട് അമ്മ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മനെ പറഞ്ഞയച്ചിട്ട് നെഹ്റുവിനോട് ഈ കാമരാജ് പറഞ്ഞ ഡയലോഗാണ്. അമ്മ പണിക്ക് പോകുന്നുണ്ട്, പാടത്ത് ഇതുപോലെ ഞാറുനടിയിൽ പണിയൊക്കെ അമ്മ പോകുന്നുണ്ട്. അമ്മ പോയി അമ്മ ഇങ്ങനെ സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുന്നത്. ഇതായിരുന്നു മറുപടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആണ് ഇങ്ങനെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മ, ഏകദേശം 10-60 വയസ്സിൻ്റെ മുകളിലുള്ള അമ്മ, അവർ പാടത്ത് പണിക്ക് പോയിട്ടാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അന്നത്തെ കാലത്തൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ എത്ര കറകളഞ്ഞ വ്യക്തിത്വങ്ങളായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ. അല്ല, ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങൾ, ഇതൊന്നും കെട്ടുകഥകളല്ല. അതൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, ചില സമയത്ത് സത്യം കെട്ടുകഥകളേക്കാൾ ഭ്രമാത്മകമായിരിക്കും നമ്മൾ പറയാറില്ലേ. അത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെയാണ്, ഓണസ്റ്റിയാണ്. ഇന്നത്തെ കാലത്തൊക്കെ അവസ്ഥ വെച്ചൊക്കെ മുഖ്യമന്ത്രിമാരുടെ അവസ്ഥ, അവരുടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നു, അവരിടക്കിടക്ക് വിദേശയാത്ര നടത്തുന്നു. പാവപ്പെട്ട ആൾക്കാർക്ക് ചികിത്സ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രിയിൽ മാത്രമാണ് ശരണം. അതേസമയം അവർക്ക് ചെറിയൊരു തുമ്മൽ വന്നാൽ പോലും ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് അമേരിക്കയിലേക്കാണ് പോകുന്നത്. അതിന് ആഡംബര വിമാനങ്ങൾ വേണം. നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നത് 8,000 കോടി രൂപ വിലയുള്ള ഒരു സ്വകാര്യ വിമാനത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ അവിടെ പുറത്ത് സഞ്ചരിക്കണമെങ്കിൽ എത്ര വാഹനങ്ങളുടെ സന്നാഹം വേണം? 32 വാഹനങ്ങളുടെ സന്നാഹം വേണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ. അതുപോലെ അവർക്കൊക്കെ ആഡംബര കാറുകൾ വേണം, ആഡംബര ബസ് വേണം. ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോലും ബസ്സിൽ നിന്ന് ലിഫ്റ്റ് വേണം, ബസ്സിൻ്റെ അകത്ത് ലിഫ്റ്റ് വേണം. ദൂർത്ത്, അവരൊക്കെ കഴിക്കുന്ന പ്രഭാത ഭക്ഷണമൊക്കെ എത്രമാത്രം ദൂർത്താണ് നടക്കുന്നത്. ആ കാശ് കൊണ്ട് ജനങ്ങൾക്ക് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആരാ ചെയ്യുന്നത്? ഒരാളും ചെയ്യുന്നില്ല. എല്ലാവരും എവിടെ നോക്കിക്കഴിഞ്ഞാലും പ്രഹസനങ്ങൾ, രാഷ്ട്രീയ ദൂർത്ത്, രാഷ്ട്രീയക്കാരുടെ മാത്രം കീശ വീർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ത് ഓണസ്റ്റിയാണുള്ളത്? അവിടെയാണ് ഈ ജീവനാനന്ദം സാറിനെ പോലെ, നമ്മുടെ ഈ കാമരാജ് സാറിനെ പോലെയൊക്കെയുള്ള ആളുകളുടെ എളിമ നമുക്കൊരു മാതൃകയാവുന്നത്. അവരൊന്നും ഒരിക്കലും അവരുടെ ആ ഒരു ജോലിയിൽ, കർത്തവ്യത്തിൽ ഒരിക്കലും മായം ചേർത്ത ആളുകളല്ല. അങ്ങേയറ്റം ഓണസ്റ്റിയോട് കൂടി, അങ്ങേയറ്റം ആത്മാർത്ഥതയോട് കൂടിയിട്ടും, അങ്ങേയറ്റം സത്യസന്ധതയോട് കൂടിയിട്ടും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിയ മഹാമനീഷികളാണ് ഇതുപോലുള്ള ആളുകൾ. ഇവരൊക്കെയാണ് നമ്മുടെ നാടിനെ നയിച്ചിരുന്നത്. ഇന്ന് കാലം സാഹചര്യങ്ങളൊക്കെ മാറി. ഇന്ന് എവിടെയും ദൂർത്ത്, എവിടെയും പാവപ്പെട്ട ജനങ്ങളുടെ നട്ടലിൽ കയറി നിന്ന് താണ്ഡവമാടുന്ന രാഷ്ട്രീയക്കാരെയാണ് നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കുന്നത്. ഒരു കരിയർ കൗൺസിലർ പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങേയറ്റം സത്യസന്ധനായിരിക്കണം. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കരിയർ കൗൺസിലർക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നന്നാവണം, നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം, അല്ലേ? കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വരും തലമുറയ്ക്ക് നമ്മൾ മാതൃകയാവേണ്ട ആൾക്കാരാണ്, നമ്മൾ കുട്ടികൾക്ക് റോൾ മോഡൽ ആവേണ്ട ആൾക്കാരാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ടാവണം. നമ്മളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും പുതിയ തലമുറയിലേക്ക് പാസ് ചെയ്യപ്പെടാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. നമ്മളെ നോക്കി ഒരു തലമുറയും നശിച്ചു പോകാൻ പാടില്ല, ചീത്ത വഴിക്കായി പോകാൻ പാടില്ല. അപ്പോൾ നമ്മളിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. ഒരു കരിയർ കൗൺസിലർ സത്യസന്ധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി, തൻ്റെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ ഒരു ജോലിയോ തെറ്റായ ഒരു കരിയറോ തെറ്റായ ഒരു കോഴ്സോ ഒരാൾക്ക് കുട്ടിക്ക് സജസ്റ്റ് ചെയ്യാൻ പാടില്ല.
ആ കുട്ടിക്ക് ഏറ്റവും ഇണങ്ങുന്ന അവന് ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ മാത്രമേ നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഡോണ്ട് മേക്ക് ഡെസിഷൻസ് ഫോർ യുവർ സ്റ്റുഡൻസ്. നിങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കരുത്. ഇൻസ്റ്റഡ് ഹെൽപ്പ് ദം ടു ടേക്ക് ഡെസിഷൻസ്. നല്ലൊരു ഡെസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ട ഒരു പ്രാപ്തിയിലേക്ക് അവരെ നിങ്ങൾ സ്വയം എത്തിക്കുകയാണ് വേണ്ടത്. ഹെൽപ്പ് ദം ടു മേക്ക് ബെറ്റർ ഡെസിഷൻസ്. നിങ്ങൾ ഡെസിഷൻ എടുക്കണ്ട, അവരെ അതിലേക്ക് സഹായിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്ന് പലപ്പോഴും കാണാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഴിവുമില്ലാത്ത കുട്ടികളെ അല്ലെങ്കിൽ ഒരു ആർട്സ് വിഷയം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയിട്ട് മെഡിക്കലിന് കൊണ്ടുപോയി ചേർക്കുന്നു. മെഡിക്കൽ താല്പര്യപ്പെട്ട കുട്ടികളെ എഞ്ചിനീയറിംഗിന് പോയി ചേർക്കുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ഏത് കോഴ്സിനാണോ സീറ്റ് ഒഴിവുള്ളത്, അല്ലെങ്കിൽ ഏത് കോഴ്സിലേക്ക് അഡ്മിഷൻ കൊണ്ടുപോയി കൊടുത്താലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്നത്, അവിടേക്ക് എങ്ങനെയെങ്കിലും ഇവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് കൊണ്ടുപോയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അത് ആ കുട്ടികൾക്ക് താല്പര്യമുണ്ടോ, അവർക്ക് പഠിക്കാനുള്ള അഭിരുചി ഉണ്ടോ ഒന്നും നോക്കുന്നില്ല. ആ കോളേജിലേക്ക് MBA കോഴ്സിലേക്ക് നമ്മൾ അഡ്മിഷൻ കൊടുത്താൽ 2 ലക്ഷം രൂപ കമ്മീഷൻ വരുന്നുണ്ട്. ആ 2 ലക്ഷം രൂപ കമ്മീഷന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? മെഡിക്കൽ ആഗ്രഹിക്കുന്ന ആളെ MBA കൊണ്ടുപോയിടുന്നു, MBA ആഗ്രഹിക്കുന്ന ആളെ എഞ്ചിനീയറിംഗ് കൊണ്ടുപോയിടുന്നു, എഞ്ചിനീയറിംഗിന് ആഗ്രഹിക്കുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് ഫാർമയിൽ കൊണ്ടുപോയിടുന്നു, ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇവിടേക്കാണ് ഈ അഡ്മിഷൻ ഏജൻറ്റുമാരും കരിയർ കൗൺസിലർമാരും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു കരിയർ കൗൺസിലർ ഒരിക്കലും ഒരു അഡ്മിഷൻ ഏജൻറ്റിനെ പോലെ പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ കരിയർ കൗൺസിലേഴ്സാണ്. നമ്മൾ വളരെ പ്രൊഫഷണലായിട്ട് നമ്മളെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ കരിയർ കൗൺസിലേഴ്സ്. നമ്മളൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അഡ്മിഷൻ ഏജൻറ്റിനെ പോലെ ഏതെങ്കിലും ഒരു കോളേജുമായിട്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായിട്ടോ ടൈപ്പായിട്ട് അവർക്ക് വേണ്ടി അഡ്മിഷൻ ചെയ്യുന്ന വേറൊരു ദല്ലാൽ പണി ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മളൊരിക്കലും അധപതിച്ചു പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ, നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് കരിയർ കൗൺസിലർ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പല പല ഓഫറുമായി നിങ്ങളത്തേക്ക് വരും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്, ഞങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളുടെ കോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്നായിട്ട്. ഞാൻ പറയും, ഞാൻ തീർച്ചയായും ഞാൻ ചെയ്യും. പക്ഷേ ആദ്യം എനിക്ക് നിങ്ങളുടെ കോളേജ് കാണണം, നിങ്ങളുടെ കോഴ്സ് കാണണം, അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ നല്ല ആൾക്കാരാണെന്ന് വെച്ചാൽ എല്ലാ സൗകര്യമൊക്കെ ചെയ്തു തരും. നിങ്ങൾ വന്നോളൂ, നമ്മളെ ക്യാമ്പസ് കാണിച്ചു തരാം, എല്ലാ സൗകര്യങ്ങളും കൊണ്ടാണ് നിങ്ങൾ കാണിക്കാം. എന്നിട്ട് അവർ നമ്മളെ സ്വന്തം ചെടിയിലാണ്ട് കൊണ്ടുപോയിട്ട് അവരെ ക്യാമ്പസും പരിസരങ്ങളും എല്ലാം കൊണ്ടുപോയി കാണിച്ചു തരും. വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി തരും. അതേസമയം അതൊരു തെറ്റായ സ്ഥാപനമാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന മാത്രയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാമ്പസ് കാണണം, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കി നേരിൽ കണ്ട് വിലയിരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. വിദ്യാർത്ഥികളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി പോലും ക്യാമ്പസിലെ ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുകയുള്ളൂ. കാരണം നമുക്ക് ഒരു വിദ്യാർത്ഥിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ കള്ളിയും വിളിച്ചു തന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനോട് നീതി പുലർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു പൈസ എറിയാൻ തയ്യാറുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുതലാളിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ കൊണ്ട് പണയം വെച്ച് കളയരുത്. നമ്മൾ ഈ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് എന്നുള്ളൊരു സംഘടന ഉണ്ടാക്കിയത് പോലും അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുട്ടികളുടെ ഭാവിക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ അവരെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് തള്ളിവിടുന്ന അഡ്മിഷൻ ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്ന് പുതിയ തലമുറ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോ മെമ്പർമാരും അങ്ങേയറ്റം ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങളുടെ തൊഴിലിനെ സമീപിക്കണം. ഏറ്റവും നല്ല കാര്യങ്ങൾ അതിൽ ഈ ഓണസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഭാഗങ്ങളിൽ പെട്ടൊരു സംഭവമാണ്, ഒരു കോഴ്സിനെ കുറിച്ചൊരു കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ്, ആ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആസ്ട്രോ ഫിസിക്സ് എന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ട് ഒരു കുട്ടിക്ക് കുറേ സംശയങ്ങളുണ്ട്, നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുകയാണ് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് അറിയാത്ത കാര്യത്തിൽ നിങ്ങൾ കയറിയിട്ട് അറിയുന്ന ആളെപ്പോലെ നിങ്ങൾ മറുപടി പറഞ്ഞു തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു പാപമാണ്. ആ കുട്ടിയോട് ചെയ്യുന്ന അല്ലെങ്കിൽ വരും തലമുറയോട് ചെയ്യുന്ന നിങ്ങളോട് തന്നെ ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഫഷനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. കുറഞ്ഞ പക്ഷം നിങ്ങൾ പറയാം, മോനെ എനിക്കൊരു ദിവസം സമയം കൊണ്ടാണ്, ഞാൻ അത് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം മോനെ എന്ന് പറയാനുള്ളൊരു മറുപടി നിങ്ങൾ അത് പറയാനുള്ള ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണിക്കണം. അത് വളരെയധികം നിർബന്ധമാണ്. എന്നിട്ട് അവനെ നല്ല വഴിക്ക് നിങ്ങൾ അതൊന്ന് പഠിച്ചിട്ട് അവൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവിടെ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അതൊരു ക്രൈസിസ് അല്ല കേട്ടോ, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു പയ്യൻ വന്ന് ചോദിക്കുമ്പോൾ ഇവന് വേറെ ഒരു കോഴ്സിനെ പറ്റിയും ചോദിക്കാൻ കണ്ടില്ലേ ദൈവമേ, എനിക്കറിയാത്ത കോഴ്സ് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം കൊള്ളാമല്ലോ, അത് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, നമുക്കൊന്ന് പോയിട്ടൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കോഴ്സ് എന്താണെന്ന് പഠിക്കുക, അതിനെക്കുറിച്ചുള്ള പരമാവധി വിശദവിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മകനെ ഇതാണ് സംഗതി, ഈ കോഴ്സിൽ ഇന്നാണ് അവസ്ഥ,
ഈ കോഴ്സ് പഠിച്ചാൽ നിനക്ക് ഇന്ന റൂട്ടിൽ പോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്കും ഒരു പുതിയൊരു അറിവ് നേടാനുള്ള ഒരു അവസരമായിട്ട് കരുതിയിട്ട് നമ്മളതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. മുമ്പൊരിക്കൽ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞ സംഭവമാണ്, അവനിതേപോലെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പോയതാണ്. അപ്പോൾ അവിടെ ഈ ഒരു കുട്ടി ചോദിക്കാൻ നീച്ചിരുന്നിട്ട്, സാറേ ഈ പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പെർഫ്യൂംസൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പുതിയൊരു ടെക്നോളജി ഉണ്ട്, ആ ടെക്നോളജിക്കാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അടിക്കണ്ടേ, കെട്ടിയിട്ട് അടിക്കണ്ടേ അവരൊക്കെ പറയുന്ന ആളുകളെ, തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളെ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് സത്യസന്ധമായി പറഞ്ഞിട്ട് നിങ്ങളത് അവിടെ ക്ലോസ് ചെയ്യുക. നേരെ മറിച്ച് എന്ത് ചെയ്യരുത്, ഒരിക്കലും തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കരുത്. അയ്യേ എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ, ഈ പയ്യനെ കുറിച്ച് എന്ത് വിചാരിക്കും, അതൊരു കുറച്ചിലല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു കാരണവശാലും തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നീചമായ കാര്യങ്ങളിൽ ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓണസ്റ്റി ഉണ്ടായിരിക്കണം, നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ വളരെ ഓണസ്റ്റി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മാത്രം പേഴ്സണൽ ഗെയിൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കോഴ്സിനെ സജസ്റ്റ് ചെയ്യരുത്. അതുപോലെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുമെന്ന പേര് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റോറി കൂടി ഞാൻ പറയുകയാണ്. ഇത് ശരിക്കും ഉണ്ടായ സംഭവം തന്നെയാണ്. നമ്മൾ പറയുന്ന മെജോറിറ്റി കാര്യങ്ങളും ശരിക്കും ഉണ്ടായ സംഭവങ്ങളാണ്. കെട്ടുകഥകൾ അവിടെ മാറി നിൽക്കട്ടെ, നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് നല്ല നല്ല വ്യക്തികളുണ്ട്. പിന്നെ നമ്മൾ കെട്ടുകഥകളുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മഹാനായ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി, ഇന്ത്യയുടെ മിസൈൽ മാൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം, എൻ്റെ റോൾ മോഡലാണ് അദ്ദേഹം പല കാര്യങ്ങളിലും. അങ്ങനെ ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ചുമതലയേൽക്കുന്ന ദിവസമാണ്. അദ്ദേഹം അന്ന് ആദ്യമായിട്ട് തൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറുന്ന ദിവസമാണ് കേട്ടോ. ആ ദിവസം ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രപതി ഭവനിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. പെട്ടെന്ന് ഒരാൾ ഓടി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിലേക്കാണ്ട് വീണിട്ട് അതിൻ്റെ ഷൂ അഴിക്കാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിക്ക് ആരാ നീ എന്താ ഈ കാണിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ ഞാൻ ഇവിടുത്തെ ഒരു ഠവാലിയാണ്, ഇവിടുത്തെ ചെറിയ ജോലിക്കാരനാണ്. എൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രപതിമാർ, അത് കുറേ വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് രാഷ്ട്രപതി വന്നു കഴിഞ്ഞാലും അവർ കയറി വരുമ്പോൾ അവരുടെ കാലിലെ ഷൂ അഴിച്ച് കൊടുക്കുക, അതാണ് എൻ്റെ ജോലി. അതുപോലെ അവർ പുറത്തേക്ക് പോകുമ്പോൾ അവരെ കാലിൽ ഷൂ ഇട്ട് കൊടുക്കുക, അവരെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് റെഡിയാക്കി വെക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജോലി എന്ന് ആ ആൾ പറയണം. ഉടനെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുകയാണ്, സോറി കേട്ടോ, എനിക്കിങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. എൻ്റെ ഷൂ ഒക്കെ ഞാൻ തന്നെ ഇടുകയും അഴിക്കുകയും ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അത് ഇട്ടിടാനും അഴിക്കാനായിട്ട് എനിക്കൊരാളെ ആവശ്യം ഇല്ല. അതുപോലെ തന്നെ എൻ്റെ ഷൂ ഒക്കെ ഞാൻ തന്നെയാണ് പോളിഷ് ചെയ്ത് എടുത്ത് വെക്കാറുള്ളത്. എനിക്കെന്തായാലും ആരും ആവശ്യമില്ല, അങ്ങനെ സഹായിക്കാൻ ആരും ഒരാൾ ആവശ്യമില്ല എന്ന് ഇദ്ദേഹം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അയാൾ പറയുകയാണ്, അയ്യോ സാറേ അങ്ങനെ പറയരുത്, ഞാൻ കഴിഞ്ഞ 10-20 വർഷമായി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു പോണത്, എനിക്കൊരു കുടുംബം പോറ്റാനുണ്ട്. താങ്കൾ ഈ ജോലി എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് കളഞ്ഞാൽ, എന്നെ പുറത്താക്കി കളഞ്ഞാൽ എൻ്റെ കുടുംബം പട്ടിണിയാകും. അതുകൊണ്ട് എന്നെ ഇവിടെ പുറത്താക്കരുത്, ദയവായി എന്നെ ഇവിടെ തുടരാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് കാലിൽ കെട്ടി വീഴുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഓക്കെ ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ തൻ്റെ ജോലി ഇനി മുതൽ ഇതല്ല, ഈ ഷൂ അഴിക്കുക, തുടച്ച് വെക്കുക, വീണ്ടും വിട്ട് തരിക, അതൊന്നും തൻ്റെ ജോലി. തൻ്റെ ജോലി അവിടെ ഒരു പൂന്തോട്ടം കണ്ടില്ലേ, ഈ രാഷ്ട്രപതി ഭവനിലൊരു പൂന്തോട്ടമല്ലേ, ഈ പൂന്തോട്ടത്തിലുള്ള എല്ലാ ചെടികളും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നനയ്ക്കണം, ഇതാണ് തൻ്റെ ജോലി. പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും സാർ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ഇന്ന് മുതൽ തൻ്റെ ജോലി ഇതാണ്, തുടങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അയാൾക്കൊരു പുതിയൊരു ജോലി അദ്ദേഹം മാറ്റിക്കൊടുത്തു. ആര്? നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം. അങ്ങനെ പല വർഷങ്ങൾ കഴിഞ്ഞു. 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അദ്ദേഹം അവിടുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ആളെ വീണ്ടും വിളിക്കുകയാണ്, ഈ തോട്ടക്കാരൻ. അപ്പോൾ തോട്ടക്കാരൻ അവിടെ തോട്ടം നനച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ വാ എന്ന് വിളിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇദ്ദേഹം ഈ പണി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ കയ്യിൽ ആകെ 2 പെട്ടിയാണുള്ളത്. രാഷ്ട്രപതിയുടെ കയ്യിൽ 2 പെട്ടിയാണുള്ളത്. സാധാരണഗതിയിൽ രാഷ്ട്രപതി ഭവനിൽ ഒരു രാഷ്ട്രപതി തൻ്റെ കാലം കഴിഞ്ഞ്, അതായത് തൻ്റെ ആ ഒരു ടെന്യൂർ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് വലിയൊരു ലോറിയിൽ പരമാവധി സാധനങ്ങൾ കയറ്റി കൊണ്ടുവരേണ്ടതാണ് കേട്ടിട്ടുള്ളത്. അതായത് ഇവരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനും മറ്റുമൊക്കെ പോകും. അത് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കും. അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകും, ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കും. ഇവിടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പാരിതോഷികങ്ങൾ, വലിയ വലിയ ഗിഫ്റ്റുകൾ ഒക്കെ കിട്ടും. ഈ ഗിഫ്റ്റുകളൊക്കെ ഇവർ അവിടുന്ന് ഇവരെ പദവി ഒഴിഞ്ഞ് പോകുമ്പോൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. ഓക്കെ, ചില ആളുകൾ അതിന് പുറമേ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകും. രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങൾ കൂടി എക്സ്ട്രാ കൊണ്ടുപോകുന്നൊരു പതിവ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഈ VV ഗിരി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനം തീർന്ന് അദ്ദേഹം ആ ഒരു കാലാവധി തീർത്തിട്ട് പോണ സമയത്ത്
ഈ അവിടുത്തെ സെക്യൂരിറ്റിക്കാരില്ലേ, അവരിങ്ങനെ വണ്ടി ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കയറ്റി വിടുമ്പോൾ ഇതേപോലെ നോക്കുമ്പോൾ ആ ലോറിയിൽ ഒരു ചെയർ കണ്ടു, പ്രത്യേക രീതിയിലുള്ള ചെയർ കണ്ടു. അവർ പറഞ്ഞു, അയ്യോ സാറേ, ഈ ചെയർ എന്താ സാറ് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ആ ചെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ അത് കൊണ്ടുപോകുക പറഞ്ഞപ്പോൾ പറഞ്ഞു, സാർ അത് രാഷ്ട്രപതി ഭവനിലെ ചെയറല്ലേ, അത് സാറ് കൊണ്ടുപോകാൻ പാടില്ല, അത് സാറിന് ശേഷം വരുന്ന അടുത്ത രാഷ്ട്രപതിക്ക് ഇരിക്കാനുള്ള ഒരു ചെയറാണ്, അത് സാർ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി എന്നാണ് കഥ പറയുന്നത്. ശരിക്കും ഉണ്ടായ അതിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്, വി ഗിരിയുടെ സമയത്തുണ്ടായ സംഭവമാണ്. പൊതുവേ ഏത് രാഷ്ട്രപതിയും തന്നെ ടെന്യൂർ കഴിഞ്ഞ് പോണ സമയത്ത് ഇതുപോലെ തനിക്കിട്ട ഗിഫ്റ്റുകളും പിന്നെ എക്സ്ട്രാ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പതിവുള്ളതാണ്. അതേസമയം ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഈ മഹനീയനായ വ്യക്തി, ഇദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോണ സമയത്ത് 2 ബ്രീഫ് കേസുകൾ മാത്രമേ തൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു ബ്രീഫ് കേസിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്ഥിരം വായിക്കുന്ന പുസ്തകങ്ങൾ, സമ്മാനമായി കിട്ടിയ പുസ്തകങ്ങൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഉടുത്തിരുന്ന ഡ്രസ്സുകളും അത്യാവശ്യം വേണ്ട അദ്ദേഹത്തിൻ്റെ എസെൻഷ്യൽ കാര്യങ്ങൾ, ഇപ്പോൾ ബ്രഷ്, പല്ല് തേക്കുന്ന ബ്രഷ്, വേസ്റ്റ് പോലുള്ള അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് ഗിഫ്റ്റായി കിട്ടിയ സാധനങ്ങൾ പോലും അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോണത്. ഓക്കെ, തനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ വില കൂടിയ പല വസ്തുക്കളും രാഷ്ട്രപതി ഭവനെ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. പല രാഷ്ട്രപതിമാരും കട്ടുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇദ്ദേഹം അങ്ങോട്ട് സമർപ്പിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. അത്രയും ഓണസ്റ്റ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കുറേ പേര് നാട്ടിൽ നിന്ന് ഡൽഹിയോട്ട് വരികയാണ്. ഡൽഹിയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രപതി ഭവനിൽ താമസിക്കണം എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ രാഷ്ട്രപതി ഭവനിൽ വന്നിട്ട് ഒരു 10-13 പേരുള്ള ഒരു സംഘം അങ്ങോട്ട് വരുന്നു. അവർ ഒരാഴ്ചയോളം അവിടെ താമസിക്കുകയാണ്. ഇതിൻ്റെ കൂടെ രാഷ്ട്രപതി ഭവനിൽ താമസിക്കുന്നു. ഡൽഹിയൊക്കെ മൊത്തം കറങ്ങി കാണുന്നു. അവിടെ എല്ലാ കാര്യങ്ങളിലും അവർ പരമാവധി ജീവിതം ആസ്വദിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, എല്ലാം കഴിയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്ടർ അബ്ദുൽ കലാം അവരൊക്കെ പോയതിന് ശേഷം പറയുകയാണത്രേ, എത്ര ചിലവായി, ഈ ഒരാഴ്ചയോളം അദ്ദേഹം അവരിവിടെ നിന്നതിന്, താമസിച്ചതിന് ശേഷം എത്ര രൂപ ചിലവ് വന്നു എന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഏകദേശം 2 ലക്ഷം രൂപ ചിലവായി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ആ 2 ലക്ഷം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തരും എന്ന് പറയുന്നത്. സാർ അത് കുഴപ്പമില്ല സാർ, അത് നമുക്ക് രാഷ്ട്രപതിയുടെ അക്കൗണ്ടിൽ എഴുതാം, രാഷ്ട്രപതി ഭവനിലെ ചിലവുകളുടെ കൂട്ടത്തിൽ എഴുതാം, അത് കുഴപ്പമില്ല, അത് പ്രൊവിഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, വേണ്ട, എൻ്റെ ബന്ധുക്കളൊന്ന് താമസിച്ച് പോയതിനുള്ള പണം ഒരിക്കലും അതായത് ഗവൺമെൻറ്റിൻ്റെ കണക്കിലേക്ക് എഴുതണ്ട, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തരും, അതൊരിക്കലും എൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾ ചിലവാക്കിയ പൈസ ഒരു കാരണവശാലും നിങ്ങൾ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് എഴുതണ്ട, സർക്കാർ അക്കൗണ്ടിലേക്ക് എഴുതണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്നറിയില്ല, കലാം എഫക്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കലാം എഫക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്ന PK നായർ എന്ന് പറയുന്ന നമ്മുടെ കലാം സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, അദ്ദേഹം എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പുകളാണ് ഈ കലാം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് അദ്ദേഹം ആ ബുക്കിൽ, കലാം എഫക്റ്റ് എന്ന ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ഈ ബുക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കലാം എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം വലിയ ഓണസ്റ്റിയുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളറിയാത്ത ഒരു കലാം സാറിനെ നമുക്കവിടെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് ഈ ബുക്ക് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ കലാം സാറ്, ഇങ്ങനെ ഇത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള കലാം സാറ്, അദ്ദേഹം അവിടുന്ന് പടി ഇറങ്ങി പോകുന്ന സമയത്ത് 2 ബ്രീഫ് കേസുകളും 2 അതിലും വേറെ ആരും എടുക്കാൻ സമ്മതിക്കുന്നില്ല. സ്വന്തം കയ്യിൽ 2 കയ്യിൽ ഓരോ ബ്രീഫ് കേസ് ആയിട്ട് ഇറങ്ങി പുറത്തേക്ക് വരുന്ന സമയത്താണ് ഈ പഴയ തോട്ടക്കാരനാണ് നിൽക്കേണ്ടത്. അയാൾ നോക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വാങ്ങും, ഞാൻ അടുത്തേക്ക് വിളിച്ചു അയാളെ. എന്നിട്ട് പറഞ്ഞ ഫസ്റ്റ് വാങ്ങുന്നായിരുന്നു, കണ്ടോ അന്ന് നിൻ്റെ ജോലി പോകുന്നതിനെ പറ്റി നീ സങ്കടപ്പെട്ടില്ലേ, ഇപ്പോൾ നോക്കിയേ എന്നെ തന്നെ ജോലിയിൽ നിന്ന് ഒരു പുറത്താക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ തമാശയോട് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തൻ്റെ കയ്യിൽ 2 ബ്രീഫ് കേസുകളും അവിടെ ഒരു നിലത്ത് ഇങ്ങനെ വെച്ചു, ഒരു തിണ്ടിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിൻ്റെ കയ്യിലുള്ള ഹോസ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. ആ ഹോസ് വാങ്ങിയിട്ട് ഇദ്ദേഹം ഈ ബ്രീഫ് കേസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ചീറ്റിക്കുകയാണ്. അങ്ങനെ വെള്ളം ചീറ്റിച്ച് ആ ബ്രീഫ് കേസ് 2 കഴുകുകയാണ്. അപ്പോൾ കഴുകി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ 2 ബ്രീഫ് കേസുകൾ എടുത്തിട്ട് അതിനെ വെള്ളം ഇങ്ങനെ താഴോട്ടിനെ കുടഞ്ഞിട്ട് ഇദ്ദേഹം മുമ്പോട്ട് പോകുമ്പോൾ ഇയാൾ നോക്കി പറയുകയാണത്രേ, ഈ രാഷ്ട്രപതി ഭവനിലെ ഒരു പൊടിപടലം പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് ഈ ലോകം മനസ്സിലാക്കണം. ഓക്കെ, ഈ രാഷ്ട്രപതി ഭവനിലെ കേവലം പൊടിപടലം പോലും ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എൻ്റെ ഈ കൊണ്ടുപോകുന്ന പെട്ടി പോലും ഞാൻ ക്ലീൻ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടത് മാത്രമേ ഞാൻ അവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര നല്ലൊരു മനസ്സ്, വലിയ മനസ്സുള്ള ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നുള്ള വലിയൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതുപോലെയാണ് ഓണസ്റ്റി ഉള്ള ആളുകളുടെ ഒരു ചിത്രം എന്ന് പറഞ്ഞത്. ഇതുപോലെ നമുക്കൊരു
ഒരു മുഴുവൻ AP അബ്ദുൽ ആവാൻ പറ്റിയില്ലെങ്കിലും, ഒരു മുഴുവൻ ജീവനന്ദം ആവാൻ പറ്റിയില്ലെങ്കിലും, നമുക്കൊരു മുഴുവൻ കാമരാജ് ആവാൻ പറ്റിയില്ലെങ്കിലും, നമുക്ക് അവരുടെയൊക്കെ ഒരു 1/4% ഓണസ്റ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. നമ്മുടെയൊക്കെ ജീവിതം എങ്ങോട്ടോ പോകും. ഒരുപാട് വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകും, ഒരുപാട് പുരോഗതികളുണ്ടാകും. അതുകൊണ്ട് ഞാൻ വീണ്ടും എല്ലാവരോടും പറയുകയാണ്, ട്രൈ ടു ബി ദ ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ബൈ കീപ്പിംഗ് ഇൻറ്റഗ്രിറ്റി ഇൻ യുവർ ലൈഫ്. വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കളങ്കം, ഒരു മായം സ്വയം ചേർക്കാതിരിക്കുക. അത് ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു വ്യക്തിത്വത്തിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന ക്ഷീണം കുറച്ചൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഒരു കരിയർ കൗൺസിലർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട്, ഏറ്റവും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക. കുട്ടികൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക. അറിയാത്ത കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടോ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടോ പറഞ്ഞു കൊടുക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കർത്തവ്യത്തിൽ മായം ചേർക്കാതിരിക്കുക. ഏറ്റവും ഓണസ്റ്റി ആയിട്ട്, ഏറ്റവും ഇൻറ്റഗ്രിറ്റിയോട് കൂടി നിങ്ങളുടെ ജോലി നിങ്ങൾ നിറവേറ്റുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റിയാണ്. എങ്ങനെയാണ് ഒരു കരിയർ കൗൺസിലേഴ്സിന് തൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുക, പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ടിപ്പുകൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിൽ നമുക്കത് ചർച്ച ചെയ്യാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾക്കിത് താഴെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ടും മറ്റുമൊക്കെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.